സംഭവം അയൺ വുഡ് ഓഫ് മലബാർ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ കാറ്റാ. നല്ല കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചു നിർത്താനായിട്ട് വിൻഡ് ബ്രേക്കർ ആയിട്ടാണ് ഇതിനെ വെച്ചേക്കുന്നത് സംഭവത്തെ. ആ മരങ്ങൾ മുഴുവൻ അങ്ങനെ ചെയ്തേക്കുന്നതാണ്. റംബുട്ടാന്റെ ഗ്രോത്ത് മറ്റു മരങ്ങളെക്കാൾ കൂടുതൽ ഒരു വൈൽഡ് ഗ്രോത്ത് എന്ന് ഞാൻ പറയാം. ഞാനിതെല്ലാം വെച്ചേക്കുന്നത് 40 അടിയിലാണ്. 8 വർഷമാകുമ്പോഴേക്കും 40 അടി മുട്ടും. ഇപ്പൊ 6 കൊല്ലം ആയപ്പോഴത്തേന് ഏകദേശം ഒന്ന് കൂട്ടി മുട്ടാറായി. 6 വർഷത്തിൽ ഒരു ഭീകര ഗ്രോത്ത് അത് കാണുന്നില്ലേ. അതുപോലെ വെയിറ്റേജും ഇവിടെ കൂടുതൽ കാണുന്നു, സ്വീറ്റ്നെസ്സും കൂടുതൽ ഇവിടെയാ. സാറേ, നമ്മുടെ പരിചരണത്തിനെ ആയിരിക്കും ഇത്രയും ഒരു സൈസ് നമുക്കില്ല എത്താൻ കാരണം ഇതാ. ഇന്നലെ ഞാൻ തൂക്കി നോക്കിയപ്പോ 22 എണ്ണമാണ് 1 കിലോ. ഈ സൈസിൽ നമുക്കൊരു കായ ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായിട്ട് ജലസേചനം ഇല്ലെങ്കിൽ പറ്റില്ല. 175 കിലോ ഒരു മരത്തിൽ നിന്ന് കിട്ടും. ആവറേജ് കിട്ടുന്നുണ്ട്. 10 വർഷത്തിന് 300 കിലോ ഒക്കെ ചിലത് കിട്ടാറുണ്ട്. ഈ വർഷം കൂടുതലാണ്. ചാളയിൽ നിന്നുണ്ടാക്കുന്ന ഫിഷ് അമിനോ ആസിഡ് ഭയങ്കര ഇഫക്റ്റാ ക്വാളിറ്റിയിൽ. റെഡ് കളർ കൂട്ടും, സ്വീറ്റ്നെസ് കൂട്ടും, സൈസ് കൂട്ടും. നമ്മുടെ ഓരോ തോട്ടത്തിലും വ്യത്യസ്ത ക്ലൈമറ്റ് ആണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മൈക്രോ ന്യൂട്രിയൻസ്. ഇതാണ് റംബൂട്ടാൻ ഇപ്പൊ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഫംഗസ് രോഗം വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇതിന് ഭയങ്കര സാധ്യതയുണ്ട്. പക്ഷെ ഉള്ളിൽ കർഷകര് അതിൻ്റെതായ ക്വാളിറ്റി കീപ്പ് ചെയ്യുക. 4 ഏക്കറിൽ വീണ്ടും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് ജോസ് വി വർക്കി. മഞ്ഞപ്രയാണ് സ്വദേശം. ഞാൻ ഒരു ഫുൾ ടൈം കർഷകനാണ്. കൂടുതലും റംബൂട്ടാനാണ് കൃഷി ചെയ്യുന്നത്. 2014 മുതലാണ് ഞാൻ റംബൂട്ടാൻ കൃഷിയിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബ്രോക്കറായിരുന്നു. അതിനുശേഷം മെറ്റ് ലൈഫ് ഇന്ത്യയിൽ അഡ്വൈസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. MDRT അച്ചീവ് ചെയ്തിട്ടുണ്ട്. $1 മില്യൺ റൗണ്ട് ടേബിൾ മീറ്റുകൾക്ക് USA, കാനഡ, സ്വിറ്റ്സർലൻഡ് ഇവിടെയൊക്കെ സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 2014 റംബൂട്ടാൻ കൃഷിയുടെ സാധ്യതകളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കൂടുതൽ ഇറങ്ങി പുറപ്പെടുകയും അതിപ്പോൾ വളരെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നു. ഏകദേശം 10 ഏക്കർ സ്ഥലം ഞാൻ റംബൂട്ടാൻ കൃഷി ചെയ്യുകയാണ്. ജോസേട്ടാ, നമസ്കാരം. നമ്മളിത് എത്ര നാളായി ഈ തോട്ടം ഇവിടെ ഇത് വെച്ചിട്ട്? ഇതിപ്പോ 6 വർഷം പൂർത്തിയായി. 7ാം വർഷത്തിലേക്ക് 7ാം വർഷമായി. നമ്മളിതിപ്പം ഇവിടെയൊക്കെ നല്ല ഗ്യാപ്പ് കാണുന്നുണ്ട്. നല്ല ഗ്യാപ്പ് ഇട്ട് നമ്മൾ സ്പേസിങ് ഇട്ട് വെച്ചേക്കുന്നത്. അതിന്റെ ഒരു കാരണം എന്നായിരിക്കും അത്? റംബൂട്ടാന്റെ ഗ്രോത്ത് മറ്റു മരങ്ങളെക്കാൾ കൂടുതൽ ഒരു വൈൽഡ് ഗ്രോത്ത് എന്ന് ഞാൻ പറയാം. കാരണം ഞാനിതെല്ലാം വെച്ചേക്കുന്നത് 40 അടിയിലാണ്. ഏതാണ്ട് ഒരു 8 വർഷമാകുമ്പോഴേക്കും 40 അടി മുട്ടും. 10 വർഷമാകുമ്പോൾ പൂർണ്ണമായിട്ട് മുട്ടും. ഞാനിപ്പോ ഇവിടെ ഇതൊരു വഴി കൊടുത്തേക്ക ലോറിയൊക്കെ വരാനായിട്ട്. അപ്പൊ ഇത് 50 ആണ്. ഈ സ്പേസിങ് 50 വരുന്നുണ്ട്. ബാക്കി തൈകൾ നമ്മൾ എല്ലാം ഫുള്ള് 40 വെച്ചേക്കും. അതിർത്തിയിൽ നിന്ന് 20 അടി അകത്തി അങ്ങനെയും വെച്ചിട്ടുണ്ട്. ഓ, അതിർത്തിയിൽ നിന്ന് 20 അടി അകത്തി ഇങ്ങോട്ട് തള്ളി വെച്ചേക്കുന്നു. ബാക്കി തൈകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 40 കൊടുത്തിരിക്കുന്നു. അതിന്റെ ഒരു ഉദ്ദേശം തന്നെ അപ്പൊ കുറച്ചും കൂടി അടുത്ത് വെക്കുവാണെങ്കിൽ കുറച്ച് ഫലം കൂടുതൽ കിട്ടുമെന്നൊക്കെ ഇതിട്ട് പറയുന്നുണ്ട്. അതായത് നമുക്കിപ്പം കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് നിർത്താൻ മതി, ഒത്തിരി പൊക്കി വിടണ്ട, അങ്ങനെയൊക്കെ ഒരു ഐഡിയ ചെറിയ പറയുന്നുണ്ട്. ഇതൊരു എപ്പോഴൊരു കണ്ടൻഷ്യസ് ഇഷ്യൂ ആണ്. ഇന്നും 20 അടിയിൽ വെക്കണോ 40 അടിയിൽ വെക്കണോ? 20 അടിയിൽ വെക്കുന്നവർ ഒത്തിരി ഉണ്ട്. പിന്നെ ഇതിൽ ട്രയാങ്കിൾ പ്ലാന്റിങ് ഉണ്ട്. ഇപ്പൊ ഈ ചെയ്തേക്കുന്ന 4 ഉണ്ടല്ലോ, ഇതിന്റെ കൃത്യം സെന്ററിൽ 4ലും ഇടയ്ക്ക്. അപ്പൊ ഒരു 25 ഓൾമോസ്റ്റ് 27 ഫീറ്റ് കിട്ടും ലെങ്ത്. 20 അല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ ആയാലും ഈ മരങ്ങൾ ഇപ്പൊ എന്റെ 6 വർഷം പൂർത്തിയായ മരം നമ്മളിപ്പോ ഫലം നോക്കുകയാണ്. ഇപ്പൊ ഈ മരം നോക്ക്, ഈ 2 മരങ്ങൾ തമ്മിൽ ഈ മരം ഏകദേശം ഇപ്പൊ ഇതിന്റെ കനോപ്പി നോക്കുകയാണെങ്കിൽ 15 അടി റേഡിയസ് ആയിട്ടുണ്ട്. 30 ആയി. പിന്നെ ഒരു 10 അടിയുള്ളത് തമ്മിൽ മുട്ടാനായിട്ട് 6 കൊല്ലം കൊണ്ട് ഇത്രയായി. അതെ, തീർച്ചയായിട്ടും ഒരു 10 വർഷമാകുമ്പോ ഇത് തമ്മിൽ കൂട്ടിമുട്ടും. അങ്ങോട്ടും കൂട്ടിമുട്ടും. അതെ. അപ്പൊ അവിടെ ചില മരങ്ങള് 40 ഒരു 5 അടിയേ ഉള്ളൂ. വളർച്ച കൂടിയ ഏരിയയില്ല. അതെ, അവിടെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു മണ്ണ് സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അവിടെ വെള്ളത്തിന് കുറച്ചും കൂടിയും ഇതിനേക്കാൾ ഇവിടത്തേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ സെന്റർ ഭാഗത്ത് വളർച്ച കുറവാണ്. അപ്പൊ സൈഡിലാണ് നമുക്ക് വളർച്ച കൂടുതൽ. ഈ സൈഡിലും വളർച്ച കൂടുതലുണ്ട്. ഒരു പകുതി
കഴിഞ്ഞ് അങ്ങോട്ടേക്കും വളർച്ച കൂടുതലാണ്. 40 വെച്ചേക്കുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി മുട്ടാതിരിക്കാൻ വേണ്ടി ഒരു ഉദ്ദേശത്തോട് വേണ്ടി തന്നെയാണ് വെച്ചേക്കുന്നത്. കൂട്ടിമുട്ടരുത്, കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നങ്ങൾ പിന്നെ വരും എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. ഒന്ന്, ഫംഗസ് രോഗങ്ങൾ വരും. ഫംഗസ് രോഗം വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഇതില്. അതിപ്പം ഒത്തിരി ബാധകമായി വരുന്നുണ്ടോ? അത് അതൊരു കാരണം. പിന്നെ രണ്ടാമത് ഇതിൽ ഈ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് സൈഡിലേക്ക് കുറയും, സൂര്യപ്രകാശം കുറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ 20 അടിയിൽ, അപ്പം പലരും ചെയ്യുന്നത് 20 അടിയിൽ വെച്ചിട്ട് ഒരു 5-ാം വർഷം 6-ാം വർഷം ഒരു നിര കട്ട് ചെയ്യുന്നു. പക്ഷെ കർഷകര് ഇത് കട്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വെട്ടിക്കളയാൻ ഒരു വിഷമം. പക്ഷെ ഇനീഷ്യൽ വർഷങ്ങളിൽ അവിടെ പ്രൊഡക്ഷൻ കൂടും എന്ന് പറഞ്ഞാൽ ഒരു 4 ആദ്യത്തെ വർഷങ്ങളിൽ അവിടെ കുറച്ച് കൂടുതൽ നമുക്ക് ഈൽഡ് കിട്ടും 2020. പക്ഷേ നമുക്ക് ഇതിൽ നന്നായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ 5th ഇയർ ഓൺവേർഡ്സ് ഇതിലായിരിക്കും പ്രൊഡക്ഷൻ കൂടുക. ഒരു മരം 5 കൊല്ലം കഴിയുമ്പോൾ തൊട്ടും ഈ 20 വെക്കുന്നതിനൊക്കെ കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും വരും. സാറേ, ഇതിപ്പോ നമ്മൾ ഏകദേശം ഒരു 40 അടിക്ക് വെച്ചേക്കുന്നത് ഇപ്പൊ 6 കൊല്ലം ആയപ്പോഴത്തേന് ഏകദേശം ഒന്ന് കൂട്ടി മുട്ടാറായി. അപ്പൊ നമ്മൾ മാക്സിമം 40 അടിക്കാനെ വെക്കണമെന്ന് തന്നെയാണ് അതിന്റെ ഒരു, അല്ലെ? 40 അടിക്ക് വെക്കേണ്ടി വേണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി 10-ാം വർഷം മുട്ടും. 10-ാം വർഷം ഇവർ ഉറപ്പായിട്ടും ഇത് കണ്ടില്ലേ, ഒരു കഷ്ടി 10 അടിയല്ലേ ഉള്ളൂ. 10 അടിയേ ഉള്ളൂ. 10 അടി ഇല്ല, ആണെങ്കിൽ 7 അടിന്ന് കൂട്ടാം. ആ 7 അടി എന്ന് പറഞ്ഞാൽ ഇനി ഇതിലൊരു ഗ്യാപ്പ് ശരിക്കും 2 അടി വേണം ആൾക്കാർക്ക് പാസ് ചെയ്യാനും. മാത്രമല്ല ഇതിനൊരു എയർ പാസിംഗ് വേണമല്ലോ. അത് കിട്ടാനായിട്ട് വരുമ്പോ ശരിക്കും പറഞ്ഞാൽ 5 അടി ഇനി മാക്സിമം ഇതിന് ഗ്രോത്ത് പാടുള്ളൂ. രണ്ടിനും കൂടി 2 അടി രണ്ടുപേരും വളരെ പാടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതൊക്കെ ചിലപ്പോ ഒരു 2 വർഷത്തിനുള്ളിൽ മുട്ടാം. 10 കൊല്ലം വേണം, 2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു മുട്ടും. 8 കൊല്ലത്തിനാമത്തിന് മുട്ടും. ഇതിപ്പോ 10 വർഷമായാലേ ഒരു മരത്തില് ഇപ്പൊ എല്ലാ മരം അത് കിട്ടില്ല. എനിക്കിപ്പോ ആ തോട്ടത്തിൽ അവിടെ ഒരു മരത്തിന്റെ എടുത്തപ്പോ 320 കിലോ ഉണ്ട് ഒരു മരത്തെ കിട്ടുന്നുണ്ട്. അപ്പൊ ഹൈറ്റ് വരുന്നത് എന്റെ 6 വർഷമായത് ഞാൻ ഇന്നലെ തൂക്കി നോക്കി അവിടെ പറിക്കാൻ പോകുന്നത്. അതില് 175 കിലോ ഉണ്ട് ഒരു മരത്തെ കിട്ടുന്നുണ്ട്. ഹൈറ്റ് ഇതുപോലെ തന്നെ സെയിം ഇതിന്റെ പോലെ പാടത്ത് വെച്ചതാ. പക്ഷെ നമുക്ക് ആവറേജ് കൂട്ടേണ്ട ആവശ്യമുള്ളൂ. ഒരു മരത്തിൽ നിന്ന് കിട്ടിയെന്നോ എന്ന് പറയുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. തോട്ടം ആവറേജ് സാറേ, നമ്മുടെ പരിചരണത്തിനെ ആയിരിക്കും ഇത്രയും ഒരു സൈസ് നമുക്കില്ല എത്താൻ കാരണം ഇതാ. അതെ, ഞാൻ ആവറേജ് നോക്കുമ്പോ 22 കായാണ്. 22 കാ 1 കിലോട്ട് കയറുന്നുണ്ട്. 1 കിലോ. പിന്നെ സ്വീറ്റ്നെസ് കൂടുതലാണ്. കളർ കിട്ടിയിട്ടുണ്ട് നല്ല. ഇതിപ്പോ ഇവര് അങ്ങോട്ട് കൊണ്ടുവന്നു. ഇവര് നോർത്ത് കേരളയ്ക്ക് പോയത് കംപ്ലീറ്റ്. കൃഷി ജീവിതം വളരെ കംഫർട്ടബിൾ ആണ്. റംബൂട്ടാൻ കൃഷി ലാഭകരമാണ്. പക്ഷെ നമ്മളതിൽ കുറേ കാര്യങ്ങൾ അനുവർത്തിക്കണം. മറ്റ് കൃഷികളെ പോലെ അത്ര എളുപ്പമല്ല. പീരിയോഡിക്കൽ ചെക്കിംഗ്, മാനേജ്മെൻറ്റ്, അതിൻ്റെ ഓരോ കാര്യങ്ങളും, ഇറിഗേഷൻ, ഫെർട്ടിലൈസിങ്, അതുപോലെ പെസ്റ്റിസൈഡ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പൊതുവെ ഇതിന് കേടുകൾ കുറവായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ. നമ്മളുടെ ചക്ക, റംബൂട്ടാൻ ഇതൊക്കെ ഒരു ഗണത്തിൽപ്പെടും. പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട. സാറേ, ഇതിപ്പം നമ്മൾ ഏതാ ഇനം വെച്ചേക്കുന്നതിൻ്റെ അകത്ത് ഈ തോട്ടത്തിൽ? ഇത് N18. നമ്മളത് എങ്ങനെ എത്ര അടി കുഴി എടുത്ത്, അത് ഏകദേശം എന്ത് പൊക്കമുള്ള തൈ അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു നമ്മൾ? പ്രായം കൂടി തയ്യം പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ തൈ വെച്ച ശരിക്കും ഏറ്റവും ചെറിയ തൈ മതി. വലുതാണെങ്കിലും ഒരു വർഷം ഇത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതിൽ കൂടുതൽ വേണ്ടാന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിന്റെ വേരുകൾ ഒത്തിരി പിടിക്കാനും, കാരണം അപ്പോഴേക്കും അത് മൂക്കുമല്ലോ ഈ ഇതിലിരുന്നിട്ടൊക്കെ. ചെറിയ തൈയാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. ഇതപ്പോ നമ്മൾ വെച്ചപ്പം എന്തെങ്കിലും അടിവളം വേറെ അന്ന് കൊടുത്താണ് എങ്ങനെ വെച്ചിരുന്നത്? ഒരു അടിവളം കൊടുത്തിട്ടില്ല, നേരിട്ട് മണ്ണിലോട്ട് വെക്കണേ. അങ്ങ് വെച്ചു. കാരണം ഇവിടെ ഈ വെള്ളം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അങ്ങനെ അധികം കുഴിക്കണ്ടല്ലോ. ഒരു കമ്പി കൂടെ ഇറങ്ങാൻ 1.5 അടി ഒന്ന് കൊത്തി ഇളക്കി അത് കഴിഞ്ഞിട്ട് വെറുതെ അങ്ങ് വെച്ചു. ഒരു വട്ടം ഉണ്ടല്ലോ കൂടിയ ഒരു 2 അടി വീതിയിൽ. അത് അധികം താത്തണല്ല, ആ കൂടെ ഇരിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ രീതിക്കാ വെച്ചത് ഉള്ളൂ. പിന്നെ ഇത് വലുതായി കഴിഞ്ഞപ്പോഴാണ് ഇതില് ഒരു 4 വർഷമായി കഴിഞ്ഞപ്പോൾ ഹിറ്റാച്ചി കൊണ്ടുവന്നിട്ട് വീണ്ടും മണ്ണെടുത്തിട്ട് ബണ്ടുണ്ടായി. കാരണം വെച്ചാൽ ഇവിടെ ഇത് വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങി. അപ്പോ പിന്നെ തോന്നി വെച്ചാൽ ഇവിടെ ബണ്ട് ഇതിന്റെ ചുറ്റും. അങ്ങനെയാണ് ഇതിനാ ബണ്ടുകളൊക്കെ ഇതിനെല്ലാം അങ്ങനെ ഉണ്ടാക്കി. അതിനൊക്കെ ബണ്ട് ഉണ്ടാക്കി. അപ്പൊ അതിനുശേഷം മരത്തിന് ഭയങ്കര ഗ്രോത്ത് കയറുന്നുണ്ട്. അപ്പൊ മണ്ണ് കയറ്റി ഇട്ടതിന്റെ ഫലമായിട്ട് ഗ്രോത്ത് കൂടുതലുണ്ടോ? പിന്നെ മണ്ണ് കയറ്റണം. പാടത്തായാലും പറമ്പിലായാലും മണ്ണിട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രോത്ത് ഒരേപോലെ കിട്ടും. സാറേ, ഇത് തന്നെ നമ്മൾ ഒരു റേസ് ബെഡ് പോലെ ഇങ്ങനെ പൊക്കി നമ്മൾ ചെയ്തേക്കുന്നത് പലതും പൊങ്ങിയാണല്ലോ മണ്ണിൽ. ഇത് പാടമാണ്.
അപ്പോൾ പാടത്തിൽ ഇത് തോട് മണ്ണ് ഹിറ്റാച്ച് വെച്ച് നമ്മൾ കയറ്റി ഒരു റേസ് ബെഡായി. അപ്പോൾ ഇവിടെ വെള്ളം കയറരുത്, ഇതിൽ വെള്ളം കയറും, സബ്മേർജ്ഡ് ആവും, ഇത് വെള്ളം കയറും. വെള്ളം ചിലപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ 2-3 ദിവസം വെള്ളത്തിൽ കിടന്നു. അപ്പം കഴിഞ്ഞ വർഷം ഡാമേജ് ഉണ്ടായിരുന്നു, കായ കുറേ കൊഴിഞ്ഞിരുന്നു. ഇപ്പം ഈ വർഷം ഇപ്പം മഴ വെള്ളം കയറിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ വർഷം പഠിച്ചു, കാരണം വെച്ചാൽ മഴയ്ക്ക് മുമ്പ് തന്നെ തോടുകളെല്ലാം നന്നാക്കി ആളെ നിർത്തി വെള്ളം ഒഴിച്ചു. അപ്പം ഒട്ടും വെള്ളം ഇവിടെ കെട്ടി നിന്നിട്ടില്ല. പക്ഷെ ഒത്തിരി മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കിട്ടും. കിട്ടാന്ന് വെച്ചാൽ ഇത് ഇത്രയൊക്കെ പൊക്കത്തിൽ വേണം. കരയെ വെക്കുന്നതിനേക്കാളും വിളവിൽ എങ്ങനെയാ പാടത്ത് വെക്കുന്ന ഒരു വ്യത്യാസം ഏതാ കൂടുതൽ നമുക്ക് വിളവ് കിട്ടാൻ സാധ്യത? വിളവ് ഇപ്പൊ കാണുന്നില്ലേ, ഇതിപ്പം ഇപ്പൊ കാണുന്നത് കരയേൽക്കാൾ കൂടുതൽ ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ വെയിറ്റേജും ഇവിടെ കൂടുതൽ കാണുന്നു, സ്വീറ്റ്നെസ്സും കൂടുതൽ ഇവിടെയാ. അതെന്താന്ന് എനിക്കറിയില്ല. നമ്മൾ ഇടുന്നതെല്ലാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളം കുറവ് ഇവിടെയിട്ടാണ്. അതെന്ന് വെച്ചാൽ ഇടാൻ പറ്റാഞ്ഞിട്ടാ. വേനൽക്കാലത്ത് ഇവിടെ വളം ഇടാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇവിടെ കിളയ്ക്കാൻ പറ്റില്ല. ഇതിപ്പോ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇതാവും. ഞാനിതിലാകെ കൊപ്ര പിണ്ണാക്ക് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ. അത് ചിലപ്പോൾ ഫെർട്ടിലിറ്റിയുടെ ഒരു കാരണമുണ്ട്. കാരണം ഈ സബ്മേർജ് ചെയ്യുമ്പോൾ ഇതിൽ ഒത്തിരി എക്കൽ വരാം, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ എന്തായാലും ഇത് NPK ഇട്ടിട്ടുണ്ട്, ഒരു 600 ഗ്രാം, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. സാധാരണ എല്ലായിടത്തും കാണുന്നതിനേക്കാളും ഈ ഫ്രൂട്ടിനൊക്കെ നല്ല സൈസ് ഉണ്ട്, നല്ല വലിയ സൈസ് നമുക്ക് കാണുന്നത്. അതിനൊരു കാരണം എന്തായിരിക്കും? സൈസ് നല്ല സൈസ്. ഇത് എൻ്റെ ഒരു പ്രധാന കാരണം, ഞാൻ ഫ്രൂട്ട് എനർജി കൊല്ലം ഉപയോഗിച്ചു വിത്ത് K40. അത് എക്സ്പെൻസീവ് ആണ്, അമേരിക്കൻ പ്രൊഡക്റ്റ് ആണത്, ഇമ്പോർട്ട് ചെയ്യുന്ന ജൈവമാണത്. ഒരു ലിറ്ററിന് ഒരു 2200 രൂപയുടെ അടുത്ത് വരും ഈ ഫ്രൂട്ട് എനർജി. നമുക്കിവിടെ ഉണ്ടാക്കാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. നമ്മുടെ ചാളയിൽ നിന്നുണ്ടാക്കുന്ന ഫിഷ് അമിനോ ആസിഡാണത്. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സാണ്. ഒരു പ്ലാന്റ് എല്ലാം വലിച്ചെടുത്ത് ലാസ്റ്റ് അതിൻ്റെതാക്കി കൊടുക്കുന്നത്. നമ്മൾ അമിനോ ആസിഡ് ഡയറക്റ്റ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കർഷകർക്ക് ഉണ്ടാക്കുന്നത് ചാളയിൽ നിന്നോ ഏത് മീനിൽ നിന്നോ ഉണ്ടാക്കാം, ശർക്കര വെച്ചിട്ട്. അത് ചെയ്തു കൊടുക്കണമെങ്കിൽ വളരെ ഇഫക്റ്റീവായി. ഞാനത് ഈ വർഷം എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു, കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്, സ്വീറ്റ്നെസ് കൂടി. അതിൽ പ്രധാനമായിട്ട് അത് ചെയ്യുന്ന ഒരു ധർമ്മം അവർ പറയുന്നത്, ഇതിൻ്റെ കളറ് റെഡ് കളർ കൂട്ടും, സ്വീറ്റ്നെസ് കൂട്ടും, സൈസ് കൂട്ടും. ഈ 3 കാര്യം അത് ഏത് ഫ്രൂട്ടിനും ഉപയോഗിക്കാം. അവർ കൂടുതൽ അത് ഉപയോഗിക്കുന്ന റംബൂട്ടാനൊന്നല്ല, ടൊമാറ്റോ, പിന്നെ പോമഗ്രാനേറ്റിനൊക്കെ നല്ല റെഡ് കളർ വരുന്നല്ലോ. അപ്പോൾ അവർ അത് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഫിഷ് അമിനോ ആസിഡ് ആണ് ആക്ച്വലി. അതിൻ്റെ നമ്മൾ വായിക്കും ചെലേറ്റഡ് ഒരു പ്രോസസ്സിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയില്ല, ഗ്രാജുവൽ ആയിട്ട് അതിന് ബിൽഡപ്പ് ചെയ്യുന്നു. ശരാശരി ഒരു മരത്തിൽ നമുക്ക് എത്ര കിലോ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്? ഇതിപ്പോൾ 6 വർഷമായി. ഇന്നലെ 4 പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 175 കിലോ ഒരു മരത്തിൽ നിന്ന് കിട്ടും, ആവറേജ് കിട്ടുന്നുണ്ട്. നമുക്ക് അതിന്റെ മുകളിലോട്ടും കിട്ടുന്ന മരങ്ങളുണ്ടോ? അപ്പം 10 വർഷമായതിന് 300 കിലോ ഒക്കെ ചിലത് കിട്ടാറുണ്ട്. അല്ല, ഇന്നലെ മിനിഞ്ഞാന്ന് പറിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അത് കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ക്ലൈമറ്റ്. ഇപ്പൊ ക്ലൈമറ്റ് മോശമാണെങ്കിൽ ഫോൾ ഉണ്ടാവും, ഫോൾ ഉണ്ടാണെങ്കിൽ കഥയൊക്കെ മാറും. കഴിഞ്ഞ വർഷം ഭയങ്കര ഫോളായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ വെള്ളം ഒത്തിരി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം കണ്ടില്ല, വയൽ ഡ്രൈ അത്രയും വെള്ളമല്ലേ ഉള്ളൂ. ക്ലൈമറ്റ് ആണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ക്വാളിറ്റി എല്ലാം മാറ്റും. നമ്മളിനിയിപ്പോൾ എത്രയൊക്കെ ഇതൊക്കെ ചെയ്താലും ക്ലൈമറ്റ് മോശമാണെങ്കിൽ ഭയങ്കര ഫോൾ ഉണ്ടാവും. ഈ വർഷം കൂടുതലാണ്. ഇപ്പൊ കായൊക്കെ ഒരു 22 എണ്ണം. ഇതൊക്കെ 22 എണ്ണം വേണ്ടി വരുമോ? അതാ ഇന്നലെ ഞാൻ തൂക്കി നോക്കിയപ്പോ ഒരു 22 എണ്ണമാണ് 1 കിലോ. ഇത് ചിലപ്പോ അത്രയും വേണ്ടി വരില്ല, മേ ബി ഒരു 20 ഒക്കെ ആയിരിക്കും. ഇതിപ്പം നമുക്കിപ്പോ ഒരു പ്രധാന പ്രശ്നം ആൾക്കാർ പറഞ്ഞേക്കുന്നത്, ചില തോട്ടങ്ങളൊന്നും എടുക്കാൻ ആൾക്കാർ വരുന്നില്ലെന്നൊക്കെ ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒത്തിരി പേർക്ക് വിൽക്കാൻ പറ്റാത്തൊരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട് സാറ്? എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഞാൻ ഫെബ്രുവരിയിൽ കച്ചവടം ചെയ്തു. ഈ ഫെബ്രുവരി മാസം തന്നെ കച്ചവടം ചെയ്തു? അവര് വന്നു, അവർക്ക് വന്നു, തോട്ടം കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. തോട്ടം കണ്ടു ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ അപ്പൊ ആ കായ്ക്ക് അന്ന് എന്തൊരു വലിപ്പം കാണുമായിരിക്കും അന്നേരം സാറിന്റെ? അന്ന് പൂത്തിട്ടുള്ളൂ, പൂത്ത് തുടങ്ങിയത്, കായായിട്ടില്ല. നമ്മളുടെ മെയിൻറ്റെയിനിങ് ഉണ്ടല്ലോ, ലുക്ക് ഉണ്ടല്ലോ, അത് അവർക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അന്ന് പൂക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ആ ഫെബ്രുവരി മാസം തന്നെ ഇതിന് ഒരു കൃത്യമായിട്ട് 1 കിലോയ്ക്ക് ഇത്ര വില തീരുമാനിച്ച അവര് പോയ നമുക്ക്
പറഞ്ഞു പോയിരുന്നു. അതെ, ഞാൻ 155 രൂപയ്ക്ക് കൊടുത്തത്. 155 രൂപയ്ക്ക് കൊടുത്തു. കഴിഞ്ഞ വർഷം അത് തന്നെ കൊടുത്തത്. അപ്പൊ ഈ വർഷം 155 കൊടുത്തത്. അവര് അതിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നം തന്നെ, ഞങ്ങൾ ഇതിന് 5 minutes കൊണ്ട് അതായത് അവർക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് വലയിടാനുള്ള എളുപ്പം, അതൊക്കെയാണ് അവർ പ്രധാനമായിട്ടും. അതുണ്ടാകാം, അതൊരു കാരണമാണ്. കാരണം ഇപ്പം കണ്ടില്ല, ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ കൊഴിച്ചിൽ ചിലപ്പോൾ ഇങ്ങനെ അകന്ന് നിൽക്കുന്നതുകൊണ്ട് കുറയാമെന്നോ അങ്ങനെയൊക്കെ പല കാരണമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മെയിൻ്റനൻസ് നന്നായിരുന്നു. എപ്പോഴും കാടൊക്കെ കൃത്യമായിട്ട് വെട്ടി പരിചരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു തോട്ടത്തിലാണെങ്കിൽ വരുന്ന പണിക്കാർക്കും എടുക്കുന്നവർക്കും ഒത്തിരി പണി ലാഭവും പരിപാടികളൊക്കെ ഒത്തിരി വരുന്നത്. കാരണം ഇടയ്ക്ക് വരെ മരങ്ങളില്ല, വണ്ടി കയറി ഓടിപ്പോയി കൊണ്ട് വലയിടാൻ അതൊക്കെ ഒരു തീർച്ചയായിട്ടും. ഇപ്പം തോട്ടത്തിന്റെ അറ്റം വരെ ലോറി പോകും അവിടെ വരെ. ഇനി വേണമെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റോഡ് ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്ക് വരുമ്പോൾ നടന്നു പോകുന്ന കാര്യമുള്ളൂ കൊണ്ടുവരാനൊക്കെ. ഇപ്പൊ സെൻട്രലിൽ ഇപ്പൊ ലോറി കൊണ്ടുവന്ന് നിർത്തുന്നു, അവർക്ക് ഈ റോയില് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ട് അവര് സ്റ്റോക്ക് ചെയ്യാണ്. അത് കൊണ്ടുവന്നിട്ട് ലോറി അവിടെ വരുന്നു, എടുക്കുന്നു പോകുന്നു. അതെ, അപ്പം അതൊരു കാരണമാണ്. അത് അവർക്ക് ഭയങ്കര ഈസി ആയിട്ട് തീരുന്നുണ്ട്, പണി പെട്ടെന്ന് അവർക്ക് സ്പീഡപ്പ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സാർ ഇപ്പൊ 155 രൂപയ്ക്കും അല്ലേ ഇത് കൊടുത്തെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അതിന് ഇപ്പം ഒരു 100 രൂപയ്ക്കും 120 രൂപയ്ക്കും വിലക്കൊക്കെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അതെന്തായിരിക്കും അതിന് കാരണം? അതിപ്പോ നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെ ഒക്കെ 80 രൂപയ്ക്ക് പോകുന്നുണ്ട്. നമ്മുടെ തോട്ടത്തിന്റെ അടുത്താണെങ്കിൽ 80 രൂപയ്ക്ക് പോകുന്നു. അതുകൊണ്ട് അതിന്റെ കാരണം ഒന്ന്, ഇവർക്കൊക്കെ ഒരു മരം 2 മരം ഉള്ളൂ. അപ്പൊ ഇവര് അത് പറിച്ചിട്ട് തൊട്ടടുത്തുള്ള ജംഗ്ഷനുകളിൽ അല്ലെങ്കിൽ ടൗണുകളിൽ ചെന്ന് കൊണ്ടുചെല്ലാണ് അവര്, പറിച്ചോണ്ട് കൊണ്ടുചെല്ലുക. അതെ, അപ്പൊ അത് കൊണ്ടുചെന്നിട്ട് ചോദിക്കുന്ന എത്രയ്ക്കും എടുക്കും. അപ്പൊ അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഷോപ്പ് ഓണറാ. അപ്പൊ അവര് ഈ ഒരു മരം 2 മരം ഉള്ളൂ, അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമല്ല. അപ്പൊ അവരത് കൊടുക്കുന്നു, എത്രയാന്ന് ചോദിക്കുന്നു, അവര് പറയുന്നു 80 രൂപയാണ് അല്ലെങ്കിൽ 100 രൂപയാന്ന് പറഞ്ഞു, അത് കൊടുക്കുന്നു, മേടിക്കുന്നു. ഒന്ന്. രണ്ടാമത്, ഈ പറയുന്ന ഒരു മരം 2 മരമുള്ള ഞാൻ പൊതുവെ കണ്ടേക്കുന്ന ഒരു സംഭവം, ഒരു വലിയ ശതമാനം ആൾക്കാർക്ക് നെറ്റിടലില്ല, വലയിടലില്ല. ഇല്ല, നെറ്റിടാണ്ടിരിക്കുമ്പോൾ തന്നെ ആയിക്കൊണ്ടിരിക്കുന്ന ആ പരുവത്തിൽ തന്നെ അത് വെട്ടും. അപ്പൊ ശരിക്കും അതിന്റെ ഗ്രോത്ത് ആയിട്ടില്ല, അതൊരു പകുതി മുക്കാലായിട്ടുള്ളൂ. അപ്പൊ അത് കാണുമ്പോൾ തന്നെ അവർക്കറിയാലോ. അപ്പൊ ക്വാളിറ്റി ഇല്ലാതെ ശരിക്കും മൂക്കാതെ പഴുക്കാതെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിനും ഇപ്പൊ നോക്കുക, നമ്മളിപ്പോ ഏത്തക്കായ മൂക്കാതെ കൊടുക്കുന്നതും മൂത്ത് കൊടുക്കുന്ന വ്യത്യാസമില്ലേ? 60 രൂപ അത് കിട്ടുമ്പോൾ ഇത് ചിലപ്പോൾ 20 രൂപ 25 രൂപ സെയിം ഇഫക്ട് ഇതിനുണ്ട്. അതെ, അപ്പൊ കാണുമ്പം നല്ല ഒരു ഷോയും കാര്യങ്ങളും ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ ഫ്രൂട്ടിന് അതിൻ്റെതായ വില കിട്ടും. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. സാർ ഇതിപ്പം ഈ എത്ര കാലമായി ഈ ഫീൽഡിൽ തന്നെ പ്രധാനമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 15 വർഷം മുമ്പാണ് ഒരു സാമ്പിൾ പ്ലാന്റിങ് നടത്തിയത്, ഒരു 4 എണ്ണം ആദ്യം. അപ്പോൾ അതിന്റെ ഗ്രോത്ത് ഒരു 4 വർഷം കണ്ടു കഴിഞ്ഞു. അതിന്റെ ഇത് കണ്ടപ്പോഴാണ് പിന്നെ ആദ്യം 1 ഏക്കറിലേക്ക് തുടങ്ങി. അത് സക്സസ്ഫുൾ ആയിട്ട് കണ്ടപ്പോൾ ഒരു 6 ഏക്കറിലേക്ക് മാറി. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 4 ഏക്കറിൽ വീണ്ടും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10-11 ഏക്കർ സ്ഥലം ഫുള്ളായിട്ട് തന്നെ റംബൂട്ടാൻ തന്നെയായിട്ട് ചെയ്യുന്നുണ്ട്. അന്ന് മുതൽ തന്നെ ഈ സ്പേസിങ് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നോ? അത് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഹോം ഗ്രോൺ ആദ്യം പറഞ്ഞത്, അന്ന് ഞാൻ അവരെയാണ് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് ജോസ്. അപ്പം അവരന്ന് പറഞ്ഞത്, ആദ്യം പറഞ്ഞു 20 അടിയിൽ ചെയ്യാൻ പറഞ്ഞു. അപ്പം അന്ന് ഞാൻ 4 വർഷം മുമ്പ് ഈ പ്ലാന്റ് ചെയ്യണേലും ഈ 1 ഏക്കർ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് എൻ്റെ മരങ്ങൾ നോക്കിയപ്പോൾ അന്ന് തന്നെ അത് 30 അടിയും 30 ആയി, 15 അടി ഒരു സൈഡ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ ഇപ്പം തന്നെ 4 വർഷമായപ്പോഴേക്കും 15 അടിയായി. അപ്പോൾ 30 അടി വേണമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, 20 ആകുമ്പോൾ എങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പോഴാണ് ആൾ ചോദിച്ചത്, ഇങ്ങനെ 40 അടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ 40 50 പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യും. കാരണം നിങ്ങളാണ് അത് ആദ്യം ചെയ്തിട്ടുണ്ടല്ലോ. എന്നേലും വർഷം മുമ്പ് അവർ തുടങ്ങിയിട്ടുണ്ട്, ഒരു 3-4 വർഷം മുമ്പെങ്കിലും തുടങ്ങിയവര്. അപ്പൊ ഞാൻ പറഞ്ഞു, 40 ഏറ്റവും ബെസ്റ്റ്, നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ആള് പറഞ്ഞു, ജോസ് ഇങ്ങനെ അവരുടെ തോട്ടത്തിലേക്ക് പോവാ, ഒന്ന് കാണാൻ വരാൻ പറഞ്ഞു. അവരുടെ കാഞ്ഞിരപ്പള്ളി തോട്ടത്തില്. അങ്ങനെ ഞാൻ അവരുടെ മാതൃത്തോട്ടം ഒരു 4 ഏക്കർ സ്ഥലമുണ്ട്, അത് കണ്ടു. അപ്പൊ ഞാൻ തീർച്ചയാക്കി അന്ന് അത് ശരിക്കും പറഞ്ഞത് 40 അടി ഇല്ല. അവരതില് 3.3 ഏക്കേഴ്സ് എന്നാ പറഞ്ഞേ. അതില് തന്നെ 127 ട്രീസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്രയല്ലേ, ഓൾമോസ്റ്റ് 35 ഒക്കെ ഉള്ളൂ. പക്ഷെ അത് വളരെ മനോഹരമായിരുന്നു. ആ 35 ആണെങ്കിലും
ഓൾമോസ്റ്റ് ടച്ച് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു നല്ല പ്രൂണിങ് ഉള്ളതുകൊണ്ടാണ് അത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ചാൽ തീർച്ചപ്പെടുത്തി 40 തന്നെ ചെയ്യാന്നുള്ളത്. അപ്പൊ അന്ന് മുതൽ പിന്നെ നമ്മൾ 40-ലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ 40 മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആര് ചോദിച്ചാലും ഞാൻ 40 ചെയ്യാനാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതിപ്പം നമുക്ക് ഇപ്പം ഒത്തിരി സ്ഥലങ്ങളൊന്നുമില്ല, ഒരു ഏക്കറുള്ള ഒരാള്, അപ്പൊ ആ ആള് ചെയ്യുവാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് പുള്ളിക്ക് ഈ 40 വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അതൊരു പ്രോഫിറ്റബിൾ ആവുമോ? അത് ഈ ഒരേക്കർ ചെയ്യുന്നവർക്ക് 20 ചെയ്യാം. 20 ചെയ്യുന്നതുകൊണ്ട് കൃത്യമായി പ്രൂണിങ് വേണം. പ്രൊഡക്ഷൻ എന്നുള്ളതിൽ കുറേ കാര്യങ്ങളാണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒന്ന് കറക്റ്റായിട്ടുള്ള പ്രൂണിങ്. ഇപ്പൊ ഹാർഷ് പ്രൂണിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം ഉണ്ടാവില്ല. ഒരു മൈൽഡായിട്ട് പ്രൂണിങ് ആണ് ഇതിനാവശ്യം. ഈ മൈൽഡായിട്ട് പ്രൂണിങ് എന്ന് പറയുമ്പോൾ എത്ര അടിയായിരിക്കും നമ്മൾ കാ പറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നൊരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു 1.5 അടിയൊക്കെ മതി. അതിൽ കൂടുതൽ പോകരുത്. 1 to 1.5 ഒക്കെയാണ് ഏറ്റവും ഐഡിയലായിട്ട് കാണുന്നത്. അതിൽ കൂടുതലായിട്ട് ചിലവർ 2.5 അടിയൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്നാലാണ് ഇതിനെ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മരം ഒരു കൊല്ലം ഒരു 2.5-3 അടി വളരും. ഒരു കൊല അല്ല, ഇതിന്റെ ഈ സ്റ്റംപ് ഉണ്ടല്ലോ, നമ്മൾ ഈ അറ്റത്താണല്ലോ കട്ട് ചെയ്യുന്നത്. ഇതിപ്പം ഇവിടെ വെച്ച് നമ്മളിപ്പോ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് അടുത്ത വർഷം ഇവിടെ എത്തും. ചിലപ്പോ അതിനെ അതും ഓവർകം ചെയ്യും. അപ്പോ നമ്മളിവിടെ കട്ട് ചെയ്തപ്പോ നമ്മൾ വിചാരിക്കുന്നത് ഇവിടെയാണെന്ന് വെച്ചാലും ഇത് ഓവർകം ചെയ്ത് വരുമ്പോ ഈ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഇവര് മുട്ടാനുള്ള സാധ്യത പിന്നെ വരാനുള്ള. അപ്പൊ കുറച്ചും കൂടി ചിലപ്പോ ഇവിടേക്ക് കട്ട് ചെയ്യുമ്പോൾ പിന്നത്തെ വർഷം അത് മോശമായിട്ട് വരുന്നത് കാണാറുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുമ്പോ ഇത് കണ്ടോ, ഇതിപ്പോ കഴിഞ്ഞ വർഷം കട്ട് ചെയ്തതാ. ഇത് കണ്ടോ, അവിടെ കട്ട് ചെയ്തതാ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 3 അടി വളർന്നിട്ടുണ്ട്. 3 അടി വിത്തും വളർന്നിട്ടുണ്ട്. 1 2 3 കഴിഞ്ഞിട്ടുണ്ട്. 3.5 അടി ഉണ്ട്. 3.5 അടി വളർന്നത്. 3.5 അടി വളരുന്നുണ്ട്. മിക്കവാറും എല്ലാ കട്ട് ചെയ്ത് വിട്ടോടുന്ന് 3.5 അടി വളർന്നു. അപ്പൊ ഈ 3.5 അടി വളർന്നിട്ട് ഇതിൽ കായ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് വിട്ടുമ്പോ ഇത് എത്രയുണ്ടെന്ന് നമുക്ക് എനിക്കറിയാൻ ഓർക്കുന്നില്ല. ഈ പറയുന്ന 1.5 ഞാൻ കട്ട് ചെയ്തത്. പിന്നെ ഞാനിതിനെ നോക്കിയത് അന്ന് ഇത് മാത്രമല്ല, ഇതിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഇതൊന്നും നോക്കിയിട്ടില്ല, കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ആ മരം 30 അടിക്ക് മുകളിൽ പോയിരുന്നു. അത് അറുത്ത് കളഞ്ഞു അതിന്റെ അവിടെ വെച്ച്. ടോപ്പ് മുറിച്ച് വിട്ടു ആ മരം. അതിപ്പോ ഒരു 30 അടിയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ആ മോളിൽ ഇച്ചിരി കുറവ് നമുക്ക് കാണുന്നത്. അത് അടുത്ത വർഷം നന്നായിട്ടുണ്ടാവും. അതാണ് ഒത്തിരി നമ്മൾ കട്ട് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം. ഇതിപ്പോ ഇതിന്റെ കനോപ്പി ഉണ്ടോ, ഇത് ഓൾറെഡി 20 ആയി. അതില്ല കണ്ടോ, മുട്ടിയില്ല. ഇതിപ്പോ ഇതിന് കുറച്ച് വളർച്ച ഈ വർഷത്തേക്ക് കുറഞ്ഞു. അതുകൊണ്ടാണ് ഇതിപ്പോ മുട്ടാത്തത്. അതുപോലെ തന്നെ വന്നെങ്കിൽ കണ്ടോ, ഇതിന്റെ സെന്റർ ഇതാ, ഇത് ഓൾമോസ്റ്റ് ഇവിടെ 20 ആയി. ഒരു 19 ആയി. അപ്പൊ ഇത് കൃത്യം 6 വർഷം ആയിട്ടുള്ളൂ. 6 വർഷത്തെ ഒരു ഭീകര ഗ്രോത്ത്. അത് അത്രയായില്ലേ. അപ്പം അത് ഞാൻ അറുത്ത് കളഞ്ഞു. കണ്ട ഒരു ഏരിയ കാണുന്നില്ലേ, അവിടെ വെച്ചിട്ട് അറുത്ത് കളഞ്ഞു നമ്മള്. അപ്പൊ ഭയങ്കര ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ അതുപോലെ അർത്ഥമാ. കുറച്ച് ഭാഗം ഭയങ്കര വൈൽഡ് ഗ്രോത്ത് വന്നു. അതായത് നമ്മൾ കുറച്ച് കട്ട് ചെയ്യുമ്പം ആ അടുത്ത കൊല്ലം വരുന്ന കൊല്ലം കായ ഇച്ചിരി കുറവായിരിക്കും ആ ഭാഗത്ത്. അതിന്റെ അടുത്ത കൊല്ലം നമുക്ക് നല്ല അടുത്ത വർഷം അവിടെ നന്നായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അവിടെ പ്രൂൺ ചെയ്യും കേട്ടോ. അതെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഒത്തിരി പോകുമ്പോൾ വലയിടാൻ ഒക്കെ ചില ആൾക്കാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. 40 അടിയായി പോലെ ഒരു വലയിടും. ചില ആൾക്കാർക്ക് ഈ ഹൈറ്റ് ഒരു 30 അടിയൊക്കെ മാക്സിമം കേട്ടോ. പിന്നെ ഇത് പറിക്കാനുള്ള എളുപ്പം ഇതൊക്കെ ഉണ്ട്. നമുക്ക് പ്രൂൺ ചെയ്യാനുള്ള എളുപ്പങ്ങള് എല്ലാം ഉണ്ട്. അല്ലെ നമ്മുടെ പണിഭാരങ്ങളെല്ലാം ഭയങ്കര പാടായിരിക്കും. ഒരു ഷേപ്പ് കിട്ടണല്ലോ, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് വരണം. അതല്ലെങ്കിൽ ഈ വലയിടുമ്പോ ബുദ്ധിമുട്ട് ഒക്കെ വരും. അപ്പൊ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് അല്ലെങ്കിൽ മരം ഒടിയാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യണത് കാലാവസ്ഥ, മെയിൻ്റനൻസ്. ഇതിൽ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. രഹസ്യങ്ങളൊന്നുമില്ല. ഇല്ല, ഇതില് നന ഏറ്റവും വലിയൊരു ഫാക്ടറാ. ഈ നന അനുസരിച്ചിട്ട് ഇതിന്റെ ഫ്ലവറിങ് സംഭവിക്കും. നന കൂടിക്കഴിഞ്ഞാല് ഫ്ലഷിങ് ആവും, തളിർപ്പ്. ഇനി നന ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാല് കരിച്ചിലാവും, കൊഴിച്ചിലാവും. അപ്പം അത് നമ്മൾ ശരിക്കും ഒരു കൊച്ചിനെ നോക്കുന്നതാണ്. എല്ലാ ദിവസവും വന്നിട്ട് ഇതിനെ നനയ്ക്കുമ്പോൾ കാര്യം സ്പ്രിംഗ്ലറാ ചെയ്യണമെങ്കിലും നന എന്ന് പറഞ്ഞാൽ മഴ കഴിഞ്ഞാൽ ഇപ്പം ഡിസംബർ ഇപ്പോൾ ഏതാണ്ട് ഒരു ഫസ്റ്റ് വീക്ക് കൂടി മഴ തീരും. സാധാരണ ചില വർഷങ്ങളിൽ ഡിസംബർ പകുതിയും മഴ വരാറുണ്ട്. അപ്പം മഴ കഴിഞ്ഞ് ഒരു 6-ാം ദിവസം തുടങ്ങി എല്ലാം ക്ലിയർ ചെയ്ത് നനയ്ക്കാനുള്ള എല്ലാം ശരിയാക്കും. ഒരു 6-7 ദിവസത്തിൽ കൊണ്ട് നന തുടങ്ങും. അതായത് ഡിസംബർ മാസം മഴ കഴിഞ്ഞ് 6-7 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ നന തുടങ്ങും.
അതിപ്പം ഒരു ഡെയിലി അപ്പം ഈ 6 കൊല്ലം മരത്തിന് അപ്പം എന്തുമാത്രം വെള്ളം നമ്മൾ അന്നേരം ചെല്ലുന്നുണ്ടെന്നറിയാൻ? ആ സമയത്ത് ശരിക്കും ഒരു 15 മിനിറ്റ് വരെ നനച്ചാൽ മതി. ഒരു ചെറിയ നന. അതായത് ഒരു 10-30 ലിറ്റർ വെള്ളം. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഇതിൽ പമ്പ് ചെയ്യുന്നത് ഒരു മിനിറ്റിൽ 3 ലിറ്ററാണ്. അപ്പൊ 10 മിനിറ്റ് അടിച്ചു കഴിഞ്ഞാൽ 30 ലിറ്ററായി. അപ്പൊ ഏകദേശം ഒരു 45 ലിറ്റർ ഒരു 50 കൂട്ടിക്കോ കൊടുക്കുന്നുണ്ട്. അതെ. ആ 50 ലിറ്റർ നമ്മളത് കണ്ടിന്യൂ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ഡെയിലി കൊടുക്കും അതെയോ 1-2 ദിവസമോ? അത് 15 ഇതാണെങ്കിൽ നമുക്ക് ഡെയിലി കൊടുക്കാം. പക്ഷെ ഒരു അരമണിക്കൂർ അടിക്കുകയാണെങ്കിൽ അരമണിക്കൂർ 90 ലിറ്ററായി. അതാണെങ്കിൽ 1.5 ഇടം കൊടുത്താൽ മതി. 1.5 ഇടം കൊടുത്താൽ മതി. ഞാനിപ്പോ പറയുന്നത് എല്ലാം ഭൂമിനെ അനുസരിച്ചിരിക്കുന്നത്. കാരണം ഇത് ചരൽ മണ്ണ. ഇതിൽ ഒന്നും തന്നെ വെള്ളം സ്റ്റോർ ചെയ്യുന്നില്ല. അങ്ങ് വരുന്ന ലീച്ച് ചെയ്തു പോകും. അപ്പൊ നമ്മൾ ഈ മരത്തില് ഉള്ള ഭാവത കാണിച്ചു തരും. എനിക്ക് ആ മരത്തിനെ കണ്ടാ അറിയാം. അതിന്റെ ആ ക്ഷീണവും കാര്യങ്ങളും നോക്കി ചെറുതായിട്ട് മഞ്ഞപ്പ് വരും. സ്ട്രെസ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നതിന് സ്ട്രെസ് വേണം. സ്ട്രെസ് കുറച്ച് ബിൽഡപ്പ് ചെയ്താലാണ് ഇത് ഫ്ലവർ ചെയ്യുള്ളൂ നേരത്തെ. അപ്പം ഞാൻ കട്ടേക്കുന്നത് ഒരു 15 മിനിറ്റ് നേരം എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമ്മൾ കൊടുക്കുക 1.5 ഇടം. അങ്ങനെ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് ജാനുവരി അങ്ങനെ പോകണം. ജാനുവരി അങ്ങനെ പോയിട്ട് അപ്പോഴേക്കും ഫ്ലവറിങ്ങിന്റെ ഇനിഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി ആകുമ്പോഴേക്കും. അതൊക്കെ കറക്റ്റ് പറയുന്നത് നനയാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതൊന്നും നനയ്ക്കാത്ത തോട്ടങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് പൊതയിട്ട് കൊടുക്കണം ഇതിന്റെ ചോട്ടില് ഉള്ളില്. അപ്പോൾ എപ്പോഴും മോയ്സ്ചർ കണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യം നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. നനയ്ക്കാതെ തന്നെ നമുക്ക് അങ്ങനെ കൊണ്ടുനടക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നനയ്ക്കാന്ന് പറഞ്ഞാൽ തീരെ നനയുന്നില്ല. ഒരു വെള്ളത്തിന്റെ അളവ് നമുക്ക് ഒത്തിരി കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഈ കാട് വെട്ടുന്നത്, കാട് ഇപ്പം എല്ലാവരും ഡിസംബർ ആയിക്കുമ്പോൾ വെട്ടി ഭംഗിയാക്കും. തോട്ടം മുഴുവൻ ക്ലിയർ ആക്കും. അപ്പൊ ഞാൻ ഇത് വെട്ടില്ല. നടുക്കൂടെ ഉള്ള നമ്മൾ വെട്ടത്തില്ല. അങ്ങനെ വെട്ടില്ല. അതിപ്പോഴും വെട്ടില്ല. അത് ഒരു പ്രാവശ്യം വെട്ടും. ഇതെല്ലാം കഴിഞ്ഞ് പൂവൊക്കെ മറ്റേ കാട് ഒത്തിരി ചിലപ്പോൾ കയറി വരും. ഈൽഡിങ് കഴിഞ്ഞ് ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ പ്രൂണിങ് ആ പ്രൂണിങ് കഴിഞ്ഞ നേരത്ത് കംപ്ലീറ്റ് വെട്ടും. നമ്മളുടെ ട്രാക്ടർ വെച്ചിട്ട് ചെയ്യുന്നത്. അത് ഒരു പുതിയ ഞങ്ങളൊരു മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രാക്ടറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഓടിച്ചു പോയാൽ മതി. അത് ചങ്ങല കൊണ്ടാ വർക്ക് ചെയ്യണേ. കണ്ടിട്ടുണ്ട്, വിദേശത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് ചുമ്മാ സെൻട്രിൽ കൂടെ പോയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വെട്ടാൻ പറ്റും. പക്ഷെ ഇടയിലുള്ളത് മറ്റേ മെഷീൻ വെച്ചിട്ട് തന്നെ അതൊരൊറ്റ വെട്ട് അങ്ങനെ വെട്ടും. ഒത്തിരി കാട് കയറി വരാണെങ്കിൽ ഇപ്പൊ ഇതൊന്നും വലിയൊരു കാടല്ല. അത് ഒരു ചെറിയൊരു കാടുള്ളൂ. ഇതിനിപ്പോ റൗണ്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അതുണ്ടെങ്കിൽ ഈ ചൂടിനെ കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചൂട് കുറയ്ക്കും വേനൽക്കാലത്ത്. പിന്നെ മഴക്കാലത്തായാലും ഈ കുത്തി ഒഴുക്കുണ്ടല്ലോ, നമ്മൾ കുറച്ച് കാട് തന്നില്ലെങ്കിൽ മുകളിലുള്ള മേൽമണ്ണ ഒഴിച്ചു പോകും. പൂത്ത് കഴിഞ്ഞ ഓർത്തോ, പൂത്തു നല്ലൊരു പൂത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നനയുടെ പിന്നെ കൊടുക്കുന്ന രീതി അങ്ങനെ ഈ 50 ലിറ്റർ അല്ലെങ്കിൽ 30 ലിറ്റർ ആണോ ഒരു ദിവസം നമ്മൾ കൊടുക്കില്ല? പൂത്ത് കഴിഞ്ഞ് ഈ അതാണ് ഇതില് ഈ തോട്ടത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ വ്യത്യസ്തമായിട്ട് വരാറുണ്ട്. ഇപ്പൊ ചില മരങ്ങൾ നേരത്തെ പൂക്കും, ചില മരങ്ങൾ പൂക്കില്ല, സ്ലോ ഡൗൺ ചെയ്യും. ചിലപ്പോൾ 2 ആഴ്ചക്ക് വ്യത്യാസം വരും. അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. അത് ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. സെയിം ഇത് തന്നെ പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സെയിം ലെവൽ ഓഫ് വാട്ടർ കൊടുക്കാറ്. അപ്പം അതിന് സ്ട്രെസ് കൂടുതൽ ബിൽഡപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ചില മരങ്ങളുണ്ട്, ഒരു 5-8 മരങ്ങൾ അങ്ങനെയുണ്ട്. കൂടുതൽ അവരിന് സ്ട്രെസ് ബിൽഡപ്പ് ചെയ്തിട്ട് അത് അവസാനം പൂക്കും. പക്ഷെ ആ ഇലകളിലൊക്കെ ഒരു കരിച്ചിൽ കൂടും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആ ഒരു 10 മരം ഉണ്ടെങ്കിൽ 10 മരത്തിന് തിരിച്ച് നമുക്ക് നനയ്ക്കാൻ പറ്റില്ല, നന കൂട്ടാനും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അടച്ചിടണം. അങ്ങനെ കൂടുതൽ നമ്മൾ സ്ട്രെസ് ഒത്തിരി കൊടുത്തു കഴിയുമ്പോൾ അതിന് ആ സമയത്ത് ഭയങ്കര വെയിലല്ലേ, കരിച്ചിലും. അപ്പൊ ഞാനിത് ഓവറോൾ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരേപോലെ ചെയ്യാറുള്ളൂ. അത് പൂത്തില്ലെങ്കിൽ പൂക്കണ്ടെന്ന് തന്നെ വയ്ക്കും. പക്ഷെ ഈ സൈഡുകളിൽ വെള്ളം കുറയ്ക്കാറുണ്ട്. അതായത് നമ്മുടെ പറമ്പിന്റെ അതിർത്തികളിലോ? അതെ. ഇവിടെ ഇപ്പൊ ഇവിടെ റബ്ബർ ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ എന്റെ തന്നെ ഞാൻ ഇതിന് മൊത്തം സംഭവം വെച്ചേക്കാം. സംഭവം അയൺ വുഡ് ഓഫ് മലബാർ എന്ന് പറയണ കണ്ടില്ലേ? ആ മരം. അപ്പൊ അത് ഇതിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ കാറ്റാ. നല്ല കാറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചു നിർത്താനായിട്ട് ഒരു ബെൽറ്റ് പോലെ വിൻഡ് ബ്രേക്കർ ആയിട്ടാണ് ഇതിന് വെച്ചേക്കുന്നത്. തമ്പകത്തെ ഇപ്പൊ അവിടെയുള്ള റബ്ബർ വെട്ടിപ്പോയാലും ഈ തമ്പകം വന്നിട്ട് പെട്ടെന്ന് വരുന്ന വലിയ ശക്തിയുള്ള കാറ്റിനെ പിടിച്ചു നിർത്തുന്നത്. ആ മരങ്ങൾ മുഴുവൻ അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഈ തമ്പകം വലിയ ഷെയ്ഡ് വാങ്ങുന്നില്ല. ഇല്ല, ഇത് നമുക്ക് വേണമെങ്കിൽ വെട്ടി ഇപ്പൊ കണ്ടോ, അതൊരു 40 അടി പൊക്കത്തിൽ ഞാൻ വെട്ടി നിർത്തിയിട്ടുണ്ട്. അതങ്ങ് മുകളിലേക്ക് പൊക്കോളും. എന്നാൽ ചെറിയൊരു ഇത് കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഈ തോട്ടങ്ങൾ നമ്മൾ വലിയ തോട്ടങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും വിൻഡ് ബ്രേക്കർ വേണം. ഈവൻ അതിന്റെ സെന്ററിൽ കൂടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാ. ഒരു ലൈൻ കുഴപ്പമില്ല, ബെസ്റ്റാ. പിന്നെ ഈ റംബുട്ടാൻ എങ്ങനെയാ കൂടുതലായിട്ട് ബാധിക്കുന്നത്? അത് നമുക്ക് ഒടിച്ചു കളയും? റംബുട്ടാൻ ഒടിച്ചു കളയും. അത് ഞാൻ ഇവിടെ ഈ മരങ്ങളിൽ കാണിച്ചു തരാൻ കിട്ടിയേക്കുന്നത്. ഇതെല്ലാം ഞാൻ കിട്ടിയിട്ടുണ്ട്. മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശേഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയേക്കണങ്ങള് മിക്കവാറും മരങ്ങളുടെ ചെയ്തിട്ടുണ്ട്. ഇത് ഇതിപ്പോ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പം ഇതില് ശരിക്കും ഇതില് ബ്രേക്ക് ആവുന്നത് മരങ്ങൾ വെയിറ്റ് കൂടുമ്പോ ഇത് ഈ ഭാഗങ്ങളിലാണ് പൊതുവെ വരാറ്. ഇവിടെ ഇവിടെ പൊളിഞ്ഞു പോകും. ഇങ്ങനെ ഈ 3 എണ്ണമാണല്ലോ, ഈ 3 എണ്ണത്തിൽ ഇത് പൊളിഞ്ഞു പോകും കാറ്റ് വരുമ്പോ. അപ്പൊ തൽക്കാലം ഇങ്ങനെ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടല്ലേ? അതിനുള്ള ലോഡ് പാടില്ല. ഇതിപ്പോ കായ ഒന്നും കൂടി പഴുക്കൂല്ലോ. ഇപ്പൊ ഇത് പകുതി പ്രായമായിട്ടുള്ളൂ. അത് സത്യം പറഞ്ഞ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നു, ഈ വർഷം കിട്ടിയില്ല. അത് അവര് കേറാൻ പോയപ്പോ അത് പൊട്ടിപ്പോയി. ഇപ്പൊ അത് കെട്ടണത്. അല്ലെങ്കിൽ അങ്ങോട്ട് ഇരുന്ന് ഇത് ഇവിടെ അതല്ലെങ്കിൽ ഇവിടെ താങ്ങു കൊടുക്കണം. ഇത് കണ്ടോ, ഇപ്പൊ ഇവിടെ താങ്ങുമൊന്നുമില്ല. ഇതിപ്പോ കെട്ടാനാളെ കിട്ടിയില്ല, കാരണം ഈ ഒറീസകളൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ ഇപ്പൊ അവരെ കൊണ്ടുവന്ന് കയറൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ കെട്ടണം. അതെ. പിന്നെ അവിടേക്ക് ഞാൻ വലിച്ചു കെട്ടാറുണ്ട്. അതാണ് പൊട്ടി കിടക്കണുണ്ടോ കയറ്, അങ്ങോട്ട് മേടിച്ചു കിട്ടും തമ്പകത്തിലേക്ക്. അപ്പൊ അതുള്ളത് ഒരു ഉപകാരമാണ്. കാരണം വെച്ചാൽ ഈ മരങ്ങൾ എപ്പോഴും ആ മരത്തിന്റെ ഷെയ്ഡ് കൊണ്ട് എപ്പോഴും ഇങ്ങോട്ടേക്കായിരിക്കും ചെരിവ് വരും. അപ്പൊ ഈ മരത്തിൽ വെയിറ്റ് വരുമ്പോ കണ്ടോ, ഇതിനൊരു ചെരിവ് വന്നിട്ടുണ്ടോ? അപ്പൊ അങ്ങോട്ട് വലിച്ചിട്ടിട്ട് വരും. അതുണ്ട് അതെല്ലാ മരങ്ങൾക്കും വരും ചെറുതായിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ബ്രാഞ്ച് കൂടുതൽ ഗ്രോ ചെയ്യില്ല. നമ്മളിപ്പോ എന്തൊക്കെ കാണിച്ചാലും അങ്ങോട്ട് ഗ്രോ ചെയ്യില്ല. സൂര്യപ്രകാശം ഉള്ളിടത്തോട്ട് നോക്കി. അപ്പൊ ഇവിടേക്ക് അങ്ങ് ഗ്രോ ചെയ്തിട്ട് കണ്ടമാനം വെയിറ്റ് ഇവിടെ വരും. മരം മറിച്ചു കളയും. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ടിട്ട് നേരെ ആ തമ്പകത്തിലേക്ക് അവിടേക്ക് വലിച്ചു കിട്ടും. അതിപ്പോ കഴിഞ്ഞ വർഷം എല്ലാം ചെയ്താണ്, ഈ വർഷം ചെയ്തത്. വലിയ തോട്ടങ്ങൾ ചെയ്യുന്നവർ ഉറപ്പായിട്ടും വിൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാധനം നമ്മൾ അവിടെ ചെയ്തിരിക്കണം. എന്റെ ഈ വർഷം ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് വി ഷേപ്പിലുള്ള ഒരു മരമായിരുന്നു. അപ്പോൾ അതിന്റെ തൊട്ടടുത്ത് വരെ തലേദിവസം ചെയ്തു പോയതാ. പിറ്റേ ദിവസം ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും രാവിലെ ചെന്നുമ്പോൾ പൊളിഞ്ഞു പോയി. ഒരു വർഷം കംപ്ലീറ്റ് പോയി. അങ്ങനെ അത് ഈ കാറ്റിന്റെ ഉള്ളിൽ കൂടെ പോകുന്നത് നേരത്തെ ഇങ്ങ് വിടരും. വെയിറ്റ് 4 ദിവസത്തേക്കാണല്ലോ പോകുന്നത്, അങ്ങനെ വരും. ഇത് നമുക്ക് ഈ ശരാശരി എത്ര കിലോ ഒക്കെ നമുക്ക് ഈ മരത്തിൽ ഒരു 6 കൊല്ലം ഈ മരത്തിനൊക്കെ കിട്ടുന്നുണ്ടെന്നേ? കഴിഞ്ഞ വർഷം ഭയങ്കര കൊഴിച്ചിലായിരുന്നു. അന്ന് ഇതിൽ ആവറേജ് ഒരു 90 കിലോ ആയിരുന്നു. കിട്ടുന്നുണ്ടായിരുന്നു നല്ല പൊഴിച്ചുള്ള സമയത്ത്. കഴിഞ്ഞ വർഷം 5-ാം വർഷം. ഈ വർഷം പൊതുവെ കൂടുതലായിട്ടാണ് കാണുന്നത്. കൊഴിച്ചിലുണ്ടെങ്കിലും ഇത് കണ്ടില്ലേ? അതെ. ഈ പൊഴിച്ചിലിന് നമ്മളെ വേറെ പ്രത്യേക മരുന്നോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പല കാരണത്താലാണ് ഈ കൊഴിച്ചിൽ വരുന്നത്. ഒന്ന്, നമ്മൾ ഈ വളരെ ക്ലൗഡി സിറ്റുവേഷൻ വരില്ല. ഒരു 2 ആഴ്ച തുടർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ കൊല്ലം അതുപോലെ വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ വർഷം കണ്ടിന്യൂസ് മഴയായിരുന്നു. ഒരു മാസമൊക്കെ നിൽക്കുന്ന മഴയായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഭയങ്കര ഡാമേജ് ആയിരുന്നു ക്രോപ്പ്. അപ്പം അതിനെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. പിന്നെ ആകെ ഉള്ളത് നമ്മളിപ്പോൾ ജാതിക്കൊക്കെ അടിക്കുന്നോണം സാഫൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അടിക്കാം. പിന്നെ സൾഫർ, ഇതെല്ലാം ഒരു പരിധി വരെ നിൽക്കുള്ളൂ. കുറച്ച് ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, മറ്റേ ഫംഗസിനെ. പക്ഷെ അല്ലാണ്ട് വരെ തന്നെ ഇതിന് ഭക്ഷണം കിട്ടുന്നില്ലല്ലോ. ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, സൂര്യപ്രകാശം വരുന്നില്ല, അടഞ്ഞു നിൽക്കുന്നു. അപ്പൊ മരം ക്ഷീണിക്കുന്നു. ആദ്യം ചെയ്യുന്നത് കായ കൊഴിക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് കുറെ സാഹചര്യങ്ങൾ പിന്നെ അനുകൂലമാക്കി കൊടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ കണ്ടൊരു ചെരുവില്ലേ ഭൂമിയിലെ, ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒരു കാരണവശാലും കിടക്കില്ല. പിന്നെ ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലം വരുമ്പോ ഞാൻ എല്ലാ വർഷവും ഇവിടുന്ന് ചെത്തിയിട്ട് ഇങ്ങനെ കയറ്റും. എന്നിട്ട് ഇവിടെ വളമിടും, ഈ ചാണകമോ ആട്ടുകട്ട എന്തെങ്കിലും ഇട്ടിട്ട് ഇവിടുന്ന് ചെത്തിയിടും. ഇതിപ്പോ ഇതിന്റെ ഒരു റിങ് പോലെ ഉണ്ട് ഇതിന്റെ ചുറ്റും. അപ്പൊ വെള്ളം ഇപ്പൊ അവിടെ നിന്ന് വരുന്ന വെള്ളം ഇതിന്റെ ചുറ്റും കൂടെ അങ്ങനെ പോയിട്ട് അത് അവിടെ പോയിട്ട് അങ്ങ് പുറത്തു പോകും. അപ്പൊ ഒരു കാരണവശാലും ഇതിന്റെ കടയിലേക്ക് അവിടെ നിന്ന് വരുന്ന വെള്ളം, മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലേക്ക് വന്ന് കിടക്കില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ തോട്ടത്തിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷം നമ്മൾ ഒരു ചെറിയ കൊത്ത് ഒരു 1/2 അടി നീക്കിയിട്ട് മണ്ണെടുക്കുക, അങ്ങ് തള്ളി ഇട്ട് കൊടുക്കുക. അപ്പൊ ചെറിയ ഒരു കൂമ്പാരം പോലെ വെള്ളം ഇങ്ങോട്ട് കയറാൻ വരും. അതെ. അപ്പൊ അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാരണവശാലും ഒരു തുള്ളി പോലും വെള്ളം അവിടെ നിന്ന് വന്നത് ഇതിന്റെ കടയിലേക്ക് വരരുത്. നമ്മളുടെ ഈ കാൽസ്യം കാർബണേറ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ വർഷങ്ങളായിട്ട്. കാൽസ്യം കാർബണേറ്റും ഓക്സൈഡ് ഉണ്ടല്ലോ, നമ്മള്
നീറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ് നമ്മൾ കക്ക ഉണ്ടല്ലോ പച്ചക്കക്ക പൊടിച്ച് അത് ചില ഇവിടെ കണ്ട് ചെറുതായിട്ട് വെളുത്തത് ഇതൊക്കെ അതിന്റെ ഇതാണ്. അപ്പൊ അത് നമ്മൾ ഇടുന്നുണ്ട്. അത് ഒരു 5 കിലോന്റെ അടുത്ത് ഞാൻ ഇടും എല്ലാ കൊല്ലം. കാരണം വെച്ചാലേ ഇതിന്റെ ഒരു ബേസിക് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടാനുള്ള കാരണം പറഞ്ഞു എന്നുള്ളൂ. ഞങ്ങള് ഒരു മീറ്റ് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ എനിക്ക് നട്ട്മഗ് ഉണ്ട്. അപ്പൊ നട്ട്മഗിന്റെ ഒരു ഇതുണ്ടായപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ഒരു 100-200 ആൾക്കാർ മെമ്പേഴ്സ് ഉള്ള കൊച്ചിൻ നട്ട്മഗ് അസോസിയേഷൻ എന്നുള്ളൊരു കമ്പനി ഉണ്ട്. അപ്പൊ അവിടെ ചോദിച്ചു, ആൾക്കാർക്കൊക്കെ പ്രശ്നം ഇല കരിയുന്നു, കായ കൊഴിയുന്നു, ഇതാണ് പ്രധാന പ്രശ്നം, ജാതിക്ക. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇതെല്ലാം അപ്പൊ കൃഷി ഓഫീസറൊക്കെ ഉണ്ട്, കൃഷി ഓഫീസർ അത് ഇടുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ചോദിച്ചു, ഇവിടെ ഈ വന്നേക്കുന്നതില് മണ്ണ് പരിശോധിച്ചത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. 200 പേര് ഇരിക്കുന്നതില് ആരും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ഒരു 3 പേര് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞങ്ങൾ കൃഷി ഓഫീസിൽ ഇത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 6 മാസമായിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞത് ഈ കൃഷി ഓഫീസർ അതിനൊരു ഉത്തരം കൊടുത്തത് അതെല്ലാം കൂടി എറണാകുളത്ത് വന്നേക്കാണ്. അപ്പൊ ഇവർക്ക് ഇതിന് ഉള്ള പണം വേണമല്ലോ, ടെസ്റ്റിനുള്ള. ഇത് ചെയ്യാണ്ട് 1000-കണക്കിന് കിടക്കുക. ഇന്നും ഇപ്പൊ 2.5 വർഷം മുമ്പാണ് ഞാനിത് ചോദിച്ചത്. ഈ 2.5 വർഷമായിട്ടും ടെസ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇതിലുള്ള ഒരാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 2 വർഷമായിട്ട് കിട്ടാത്ത ഒരാൾ എന്ത് ചെയ്യും? അപ്പൊ അത് അവിടെ നിൽക്കട്ടെ, ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ഞാൻ ചെയ്യുന്നത് നേരെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കും. തൃശ്ശൂര് വെള്ളാനി യൂണിവേഴ്സിറ്റി കൊടുത്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ കൊല്ലം ടെസ്റ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ 2 വർഷം കൂടുമ്പോൾ ഈ വർഷം ചെയ്യണം. അപ്പം അതില് നമ്മളുടെ ഓരോ തോട്ടത്തിലും വ്യത്യസ്ത, ഇപ്പൊ പ്രത്യേകിച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഓരോ തോട്ടത്തിൽ ഈ തോട്ടങ്ങൾ തമ്മിൽ ഒത്തിരി കിലോമീറ്റർ വ്യത്യാസമൊന്നുമില്ല. എന്റെ വീടും ഇത് തമ്മിൽ തൊട്ട് 1 ഏക്കർ സ്ഥലം കിടക്കുന്ന ഒരു 25 മീറ്റർ അല്ലെങ്കിൽ 50 മീറ്റർ വ്യത്യാസമുള്ളൂ. 25 മീറ്റർ മറ്റേ കനാല് അപ്പുറപ്പുറം. അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ആ 2 സ്ഥലത്ത് തന്നെ pH വ്യത്യാസം വരുന്നുണ്ട്. pH വ്യത്യാസം വെച്ചാൽ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, അതുപോലെ NPK ഇടുന്നതിന്റെ അളവുകള്, പ്രത്യേകിച്ച് മൈക്രോ ന്യൂട്രിയൻസ് ഇപ്പോ ഉള്ള ഒരു പ്രധാന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കച്ചവടക്കാരൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ മൈക്രോ ന്യൂട്രിയൻസ് ഇടാത്തതുകൊണ്ടാണ് ഇത് വരുന്നത്, അതുകൊണ്ട് മൈക്രോ ന്യൂട്രിയൻസ് ഇടൂ കൂടുതലായിട്ട്. നമ്മുടെ കേരളത്തിലെ മിക്കവാറും 95% മണ്ണുകളിൽ അയൺ കൂടുതലാണ്. അത് നമ്മളുടെ ഈ ഭൂമിയുടെ പ്രത്യേകതയാണ്. മിക്കവാറും ഒരു 90% ഒക്കെ വേണമെങ്കിൽ കൂട്ടാട്ടോ, കാരണം തീരപ്രദേശത്തല്ല. പക്ഷെ എന്നാലും നമ്മളുടെ ഇപ്പം ഈ ബെൽറ്റ് ഈ ക്രോപ്പ് ചെയ്യുന്ന റംബൂട്ടാനൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം അയൺ കൂടുതലാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ മൈക്രോ ന്യൂട്രിയനിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ടോക്സിസിറ്റി സംഭവിക്കും, മെറ്റൽ ടോക്സിസിറ്റി എന്നാ അതിന് പറയുന്നത്. നമ്മൾ ആവശ്യം ഇല്ലാത്ത സിങ്ക്, കോപ്പർ ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ മണ്ണിനെ നമ്മൾ ഊഷരാക്കാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ NPK ആണുള്ള മെയിൻ മൂലകങ്ങള്, ആ NPK ആഗിരണം ചെയ്യാനുള്ള കഴിവില്ലാതെ വരുന്നു. ഈ മണ്ണിൽ ടോക്സിസിറ്റി സംഭവിക്കുന്നു. ഉദാഹരണത്തിന് അയൺ കുറേ കൂടുതൽ വന്നു. അയൺ ഈ മണ്ണിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻടേക്ക് കുറയും, ഈ ഫെർട്ടിലൈസറിന്റെ എടുക്കാൻ പറ്റാതെ വരും. അതിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് ഈ മറ്റേ നമ്മള് ഡോളമൈറ്റ്, ഈ പറയുന്ന കോപ്പർ, മറ്റേ കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ് ഇങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നത്. ഈ മൂന്ന് രീതിയിലാണ് പ്രവർത്തിക്കണേ. കാൽസ്യം ഓക്സൈഡ് തന്നെ ഏറ്റവും ക്യുക്ക, നമ്മുടെ കുമ്മായം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒരു വിതിൻ 1 വീക്ക് വേണ്ട, അത് അതിനെ ന്യൂട്രലൈസ് ചെയ്യും, pH ഒക്കെ ഉയർത്തും. പിന്നെ സ്പീഡിൽ വരുന്നതാണ് ഡോളമൈറ്റ്. ഏറ്റവും സ്ലോയസ്റ്റ് ആണ് കാൽസ്യം കാർബണേറ്റ്, കക്ക പൊടിച്ചത്. അപ്പം അതാണെങ്കിലും പക്ഷെ അതൊരു 1 ഇയർ അതങ്ങ് സസ്റ്റെയിൻ ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ അസിഡിറ്റി വരുന്നതിനനുസരിച്ചാണ് അതിനെ ദ്രവിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെത്. അപ്പൊ പൊതുവെ ഈ സാധനം ഇട്ടുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് കിട്ടിയ ഗുണം എന്നാ? അപ്പം ഇവിടെ നമുക്ക് pH ഒരേ ലെവലിൽ കൊണ്ടുനടക്കാൻ പറ്റും. ആ ഒരു ഫാക്ടർ. ഈ pH ഇങ്ങനെ കുറയുമ്പോഴാണ് ഇതിന് ഈ കൊഴിച്ചിൽ, അസിഡിറ്റി കൂടാണല്ലോ. അങ്ങനെ വരുമ്പോൾ മരത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതും ഈ മൈക്രോ ന്യൂട്രിയൻസുമായിട്ട് ഒരു ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതെ, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ അയൺ കൂടുതലുള്ള ഭൂമിയിൽ അവർ കൂടുതൽ ഈ പറയുന്ന ഇത് ഉപയോഗിക്കാൻ പറയും, കാൽസ്യം ഒക്കെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്. എനിക്കത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കൃഷി ഓഫീസറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അപ്പോൾ എടുത്ത വഴിയാണ് ചോദിച്ചു അയണിന്റെ അളവ് കൂടുതലാണോ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ കയ്യിൽ ഇത് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ, ഒരു ഭൂമിയിൽ pH കൂടുതലുള്ള ഭൂമിയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറഞ്ഞേക്കാം, മറ്റേ ഭൂമിയിലും. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാ ഇവിടെ pH കൂടുതലുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത് ഇങ്ങനെ കൂടുതൽ ഉപയോഗിക്കാൻ കുമ്മായം ഇടാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉടനടി ഫോണിക്കോട്ടെയാണ് അവർ ചോദിച്ചു ഇതിൽ അയൺ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അവര് അയൺ എൻ്റെ ഇതിൽ കൂടുതൽ ആ പ്ലോട്ടില്. അപ്പൊ ഞാനിത് കണ്ടത് കാൽസ്യം കാർബണേറ്റ് ഇത് അങ്ങനെ സസ്റ്റെയിൻ ചെയ്യും 1 ഇയർ ത്രൂ ഔട്ട്
അതിങ്ങനെ കീപ്പപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതിലെ വേരിയേഷൻ കൂടുമ്പോഴും ഈ പറയുന്ന കൊഴിച്ചിലുകൾ വരാം. പിന്നെ രണ്ടാമത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരു കാരണവശാലും MOP ഉപയോഗിക്കാറില്ല. MOP എന്ന് പറഞ്ഞാൽ മ്യൂറേറ്റഡ് പൊട്ടാഷ്യം. SOP കടക്കിട്ട് കൊടുക്കും, അതേ ഉള്ളൂ. MOP ഉപയോഗിക്കാറേ ഇല്ല. MOP ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ക്ലോറൈഡ് ഇഷ്യൂ വരും. ഈ ഫ്രൂട്ട്സുകൾ, എല്ലാ ഫ്രൂട്ട്സിനായാലും ഇപ്പൊ ഇത് മാത്രമല്ല, ഇപ്പൊ മാംഗോസ്റ്റിനായാലും അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളായിരിക്കും എപ്പോഴും SOP ഉപയോഗിക്കേണ്ടത്. അതില് ഈ പറയണ ഈ പ്രശ്നമില്ല. MOP ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊഴിച്ചിൽ വരും എന്നാണ് പറയുന്നത്. അല്ല, അതിൻ്റെ ഉള്ളിൽ ഈ ക്ലോറൈഡിന്റെ ഇത് കൂട് വരും. അപ്പൊ അത് വരുമ്പോൾ ഈ ക്ലോറൈഡിന്റെ ആവശ്യം വരുമ്പോൾ ഈ ചെറിയ മഞ്ഞപ്പ് അതുപോലെ ഇത് വരും. പിന്നെ അതുപോലെ ഇതിന്റെ സ്വീറ്റ്നെസ് ഇത് ഉപയോഗിക്കുമ്പോൾ കൂടും. SOP ഉള്ളി തിങ് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഒരു കാരണവശാലും 1 കിലോ ആയിട്ട് മേടിക്കരുത്, 1-2 കിലോ ആയിട്ട്. ചാക്കായിട്ട് 50 കിലോന്റെ ചാക്ക് കിട്ടും. SOP 5 കിലോ 50 കിലോയ്ക്ക് 80 രൂപയുള്ളൂ 1 കിലോയ്ക്ക്. ആ നേരം MOP നമ്മള് ചാക്കായിട്ട് മേടിച്ചാൽ ഏതാണ്ട് 30 രൂപ 35 രൂപ വരുന്നുണ്ട്. ഇരട്ടി വരുന്നുള്ളൂ ഏകദേശം. ഇത് ശരിക്കും ഒരു ചരൽ പ്രദേശമല്ല, ഇത് മുഴുവൻ ഇതുപോലെ ചരല. അതുകൊണ്ട് ഇവിടെ ഗ്രോത്ത് കൂടും. ചരലില് ഈ വേരോട്ടം കൂടുതലുണ്ടാ. ചരലില് വേരോട്ടം ഉള്ള വളർച്ച കൂടും. പക്ഷേ ഇതിന്റെ ഉള്ളിൽ കാര്യമായിട്ട് വളമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ വളം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പ്രധാനമായിട്ട് ചെയ്യുന്നതിനാ വളം ഇതില് ഹാർവെസ്റ്റ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൂണിങ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ജൈവവളം. അത് കഴിഞ്ഞ വർഷം ആട്ടുംകാട്ടമാണ് ഇട്ടിരുന്നത്. ഒരു ചെടിക്ക് എത്ര കിലോ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിക്കണത്? ഇതിന് ഞാൻ ഒരു ചാക്ക കൊടുത്തത്. ഒരു 40-30-40 കിലോ. ഒരു ചാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് ഉണങ്ങിയത് ഒരു 20 കിലോ ഉണ്ടാവുള്ളൂ. അതേ ഉണ്ടാവുള്ളൂ. അപ്പൊ 2 ചാക്ക് കൊടുക്കണമെങ്കിൽ 40 കിലോ ആയി. അത് വലിയ 10 വർഷമായി തന്നെ 2 ചാക്ക് ഇട്ടിരുന്നു. ആദ്യമേ നമ്മൾ എന്തെങ്കിലും ജൈവവളം എന്തെങ്കിലും ഇടുന്നു. ജൈവവളം ഇടും. അപ്പൊ മിനിമം അത് 20 kg ആയിരിക്കും. ഒരു കേസിന്റെ ചാക്കിൽ വരുന്ന ഉണങ്ങിയത് 20 കിലോ കൂട്ടാം. പിന്നെ NPK കൊടുക്കും. അത് ഓരോ വർഷം അനുസരിച്ച്. 6 വർഷമായി മരത്താണെങ്കിൽ 600 ഗ്രാം കൊടുക്കും. അത് നമ്മുടെ ചോട്ടിട്ട് കൊടുക്കും. സാധാരണ ഇത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും, 15 ദിവസം വേണമെന്നൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഇതിട്ട് കൊടുക്കും NPK. അത് ഓരോ വർഷത്തിനനുസരിച്ചിട്ടോ. ഒരു 1-ാം വർഷമാണെങ്കിൽ ഒരു 100 ഗ്രാം മതി. പിന്നെ 2-ാം വർഷം 200, 3-ാം വർഷം 300, 4-ാം വർഷം 400. 100 ഗ്രാം വെച്ചിട്ട് അങ്ങനെ മാക്സിമം ഒരു 1 കിലോ. ഒരു 10-ാം വർഷം ആകുമ്പോഴേക്കും 1 കിലോ ആയി. അത് പിന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മാക്സിമം. പിന്നെ NPK കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൊടുക്കുന്നത് പൊട്ടാഷ്യം മാത്രമായിട്ട്. ഇപ്പോൾ 6 വർഷമായ മരത്തിനൊക്കെ ഒരു 600 ഗ്രാം ഈ SOP കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ കടക്കിട്ട് കൊടുക്കും. ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് 100 ഗ്രാം കൂട്ടും. ഇപ്പൊ 10-ാം വർഷമായ മരത്തിന് 1 കിലോ കൊടുക്കും. SOP കൊടുക്കും. ഈ പറയണ 15 ദിവസങ്ങളുടെ ഇടവേളകളിൽ കൊടുക്കും. പിന്നെ കൊടുക്കുന്നത് മെഗ്നീഷ്യം ഇട്ട് കൊടുക്കും. മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചില തോട്ടങ്ങൾ, അതേ പറഞ്ഞ മിക്കവാറും തോട്ടങ്ങളിലുണ്ട് ഈ ഇഷ്യൂ. എന്നാൽ ചില തോട്ടത്തിലില്ല മെഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി. അപ്പൊ അവരതിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത്ര ഗ്രാം വെച്ചിട്ട് കൊടുക്കാൻ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 6 വർഷമായ മരത്തിനൊക്കെ ഈ പറഞ്ഞ 600 ആ റേഞ്ചാന്ന് തോന്നുന്നത് മഗ്നീഷ്യം. അത് നമ്മുടെ മണ്ണ് ചെക്ക് ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ്. മണ്ണ് കേട്ടാണ് അത് കൊടുക്കാൻ. അതെ. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ ഇതിന് എന്ത് കൊടുക്കുന്ന ഈ മഗ്നീഷ്യം അല്ല കൊടുക്കേണ്ടത്. എനിക്കൊരു 3 മൂലകങ്ങളുടെ ഈ മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവുള്ളൂ. ഞാൻ പല ഇതിൽ നോക്കുമ്പോ കാൽസ്യം, മഗ്നീഷ്യം, പിന്നെ ബോറോൺ. ഇവിടെ ബോറോണിന്റെ കുറവുണ്ട്. പക്ഷെ അവിടുത്തെ പറമ്പിൽ ബോറോണ് കുറവില്ല. ഏരിയ ടു ഏരിയ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തും നമ്മൾ ഈ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് ഈ പറയുന്ന മൂലകങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത്. അതെ. അല്ലാതെ ഇപ്പൊ നമ്മളൊരു ജനറലി ചിലതില്ല മിക്സ് ഇങ്ങനെ കിട്ടുന്നത്, അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് പർട്ടിക്കുലർ മൂലകം കുറവുണ്ടെങ്കിൽ ഇപ്പൊ മൈക്രോ ന്യൂട്രിയൻ അത് എത്ര ഗ്രാം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ബോറോണൊക്കെ ആണെങ്കിൽ എനിക്കിതിൽ 80 ഗ്രാംസാ പറഞ്ഞത്. പക്ഷെ ഞാൻ 80 ഗ്രാം ആദ്യം 50 ഗ്രാം ഇട്ടു. അപ്പൊ പ്രശ്നം കാണിച്ചില്ല. പക്ഷെ പിന്നെ 30 ഗ്രാം കൂടി കൊടുത്തു ആ 80 അങ്ങ് ആഡ് ചെയ്യാനായിട്ട്. അത് കൊടുത്തു കഴിഞ്ഞപ്പോ ഇതിലൊരു 5-10 മരങ്ങൾക്ക് ഇല കൊഴിച്ചിൽ വന്നു. ഇല കൊഴിച്ചിൽ വന്നു, കരിച്ചിൽ വന്നു. കൂടിപ്പോയി. പേടിപ്പിച്ചു കളഞ്ഞു. കാര്യം യൂണിവേഴ്സിറ്റി 80 ഇടാൻ പറഞ്ഞേ, അങ്ങനെ തന്നെയാണ് ഇട്ടതു. നമ്മൾ കൃത്യം ഇലക്ട്രോണിക് ഇതിൽ തൂക്കിയിട്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചു. അപ്പം അവര് പറയുന്നതിൽ കുറച്ചാ മതി, കുറച്ച് അളവ് ഉപയോഗിച്ചാൽ മതി. അതെ. അപ്പൊ 80 പറഞ്ഞെങ്കിൽ 50 ഉപയോഗിച്ചാൽ മതി. ബോറോൺ വളരെ സെൻസിറ്റീവാ.
അത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് തകർത്ത് കളയും, കൃഷി മുഴുവൻ നശിപ്പിച്ചു കളയും പോറാണ് ആ വർഷത്തെ. ചിലപ്പോൾ അത് അറിയാതെ ഒരു 5 ഗ്രാമോ 10 ഗ്രാമോ ആയിരിക്കാം ഇപ്പൊ ആ മരങ്ങളിൽ കൂടുതൽ വരുന്നത്. ഞാൻ കൂട്ടിയിട്ടില്ല, കൃത്യം ഇലക്ട്രോണിക്കിലാണ്. പക്ഷെ എനിക്ക് ആ 80 ഗ്രാം എന്നോട് ഇടാൻ പറഞ്ഞിരുന്നു ഈ പറമ്പില്. ഇവിടെ ഇട്ടു. അതിലൊരു 10 മരങ്ങൾക്ക് അതിൻ്റെതായ ഇലകരിച്ചിൽ വന്നു. ഇലകരിച്ചിൽ തന്നെ ഇല നന്നായിട്ട് കൊഴിച്ചു, കായ ഒഴിച്ചു, കരിച്ചിലും വന്നു. പക്ഷെ എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തു. അപ്പൊ അതിനുള്ള ആകെ റെമഡി പിന്നെ ഇതുള്ളൂ, നനയ്ക്കുക. അപ്പൊ അങ്ങനെ നനച്ചപ്പോ മറ്റു മരങ്ങൾക്ക് ആ നന ആവശ്യത്തിൽ കൂടുതൽ ചെന്നിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യണേ, ഇതിപ്പോ വന്നു വിട്ടില്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അത് ചെയ്യുന്നത് സൂക്ഷിച്ച് ചെയ്യണം. ബോറാൻ കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് കൊടുക്കുക. അതുപോലെ നമ്മൾ വേറെ എന്ത് വളങ്ങളാണ് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യേണ്ട വേറെ ഉള്ളത് നമുക്ക്? അതിപ്പോൾ ഏത് വളമായാലും കൊടുക്കുമ്പോൾ ജൈവവളം ഒഴിച്ച്. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ മഴക്കാലത്ത് തന്നെ ഈ വളങ്ങളെല്ലാം കൊടുത്ത് അവനെ സ്ട്രോങ് ആക്കണം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത്. അതായത് പ്രൂണിങ് കഴിഞ്ഞ് മഴക്കാലത്ത് തന്നെ. ഇപ്പോൾ ഒരു ഓഗസ്റ്റിൽ പ്രൂണിങ് നടന്നു എന്ന് വയ്ക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ചിലപ്പോൾ ഓഗസ്റ്റ് ആയിരിക്കില്ല, ഇതിപ്പോൾ ജൂലൈയിൽ കട്ട് ചെയ്ത് തീരാം. അപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് വിതിൻ ഡേയ്സ് 1 2 3 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രൂണിങ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലാണ് ഇത് തീരുള്ളൂ. അപ്പം അത് പ്രൂണിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പറയുന്ന 15 അപ്പൊ നമ്മൾ ഈ 15 ദിവസങ്ങൾ കൂടുമ്പോഴേക്കും മഴക്കാലം കഴിഞ്ഞ സമയമായി. നമ്മളിപ്പോ ജൈവവളം ആദ്യം ഇടുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ NPK 10-15 ദിവസം കഴിയുമ്പോൾ 15 ദിവസം തന്നെ കൂട്ടിക്കോ, അങ്ങനെ ഇടുന്നു. ഇപ്പൊ അതിന്റെ കൂടെ ഇട്ടുകൊണ്ടും സംഭവിക്കുന്നില്ല. പക്ഷെ ചിലപ്പോ അവര് പറയുന്ന ഒരു ബേണിംഗ് സംഭവിക്കാം ഈ വളം അങ്ങനെ ഒരുമിച്ച് ചെല്ലുമ്പോൾ. ജൈവവളത്ത് പ്രശ്നമൊന്നുമില്ല, അതിന്റെ മുകളിൽ കൂടെ ഇട്ടാലൊന്നും സംഭവിക്കുന്നില്ല. അത് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ജൈവവളം ഇട്ടതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് NPK യൂസ് ചെയ്യാം. പിന്നെ വരുന്ന എല്ലാം ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇടണ്ടേ. 15 to 20 ഡേയ്സാ പറയുന്നത്. 15 ദിവസം മതിയാവായിരിക്കും. 15 ദിവസം ഇടപെട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെ, അപ്പോഴേക്കും മഴക്കാലം തീർന്നു. മഴക്കാലത്തിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന വളങ്ങളെല്ലാം കൊടുത്ത് ഇവനെ കൊടുക്കണം. കൊടുത്ത് മരത്തിനെ നല്ല സ്ട്രോങ് ആക്കണം. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ആയി കഴിഞ്ഞാൽ പിന്നെ മരത്തിന് ആ സമയത്ത് ഒരു ഫ്ലഷിംഗ് ഉണ്ട്. അത് കഴിഞ്ഞു. പിന്നെ ഫ്ലവറിങ്ങിനുള്ള തയ്യാറെടുപ്പാ. അപ്പൊ ഫ്ലവറിങ്ങിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് മരത്തിനെ സ്ട്രോങ് ആക്കണം. അത്രയും ഇതിന് ക്ഷീണം വരുന്നുണ്ട്. ഫ്രൂട്ട് മാത്രമല്ല, ഈ ഫ്രൂട്ട് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 2-1.5 അടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യപ്പെട്ട പോകണല്ലോ. അത്രയും പിന്നെ ഗ്രോ ചെയ്യണ്ടേ. ഇതിലൊരു ഒറ്റ കട്ടിങ്ങില് പിന്നെ വരണത് 3-4 ബ്രാഞ്ചസാ. അത്രയും ഗ്രോത്തിനുള്ള പവർ വേണം. അതല്ലെങ്കിൽ പിന്നെ പൂക്കാൻ സമയമെടുക്കും. ഈ പൂത്താൽ തന്നെ പൂവിന് ശക്തി കുറവായിരിക്കും. അങ്ങനെ ചെയ്ത് അത് ചെയ്യുക. പിന്നെ ഞാൻ ഈ ഫ്ലവറിങ്ങിന് മുമ്പ് ഒരു ഇനിഷ്യേഷനിൽ അപ്പം ഉണ്ടാകുന്ന ഒരു രോഗമുണ്ട് ഫ്ലവറിങ്ങിന് മുമ്പ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളിൽ ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ജാനുവരി ആ ടൈം ആകുമ്പോഴേക്കും ഇലകളിലൊരു പുഴു വരും. പുഴു വന്നിട്ട് കുത്തി ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അതിൽ നോക്കിയൊക്കെ അറിയാം, പലതിൻ്റെയും അരികൊക്കെ തിന്നൊക്കെ കാണുന്നില്ലേ. അത് ആ സമയങ്ങളിലാണ് അത് വരുന്നത്. അപ്പൊ SOP അടിക്കുന്ന നേരത്ത് അത് വളരെ കുറച്ച് കാണുന്നുണ്ട്. കാരണം ഈ SOPയിൽ സൾഫർ ഉണ്ട് കുറച്ച്. എനിക്ക് തോന്നുന്നു ഒരു 40% അതിലാണ്ട് സൾഫർ വരുന്നുണ്ട്, ബാക്കി പൊട്ടാഷ്. അപ്പൊ ആ സൾഫറിന്റെ ചെറിയൊരു ഇത് ചെല്ലുമ്പോ ഈ ഇങ്ങനെയുള്ള കീടങ്ങൾ നശിച്ചുകൊണ്ട് അത് നമ്മളെ ഈ ഒന്ന് പൂത്ത് കഴിഞ്ഞ് പൂക്കുന്നതിന് മുമ്പ് ഒരു ഇനിഷ്യേഷൻ ആണ്. അത് പൂക്കാനായിട്ട് അതിനെ കുറച്ചും കൂടി ഒന്ന് ശക്തനാക്കും. അപ്പൊ SOP നമ്മൾ എന്തേരം വെച്ച് നമ്മൾ അടിക്കുന്ന ഒരു മരത്തിനാണെങ്കിൽ? അല്ല, അതൊരു 100 ലിറ്ററിൽ 300 ഗ്രാം. 100 ഗ്രാം അത് മരം ഫുള്ളായിട്ട് കുളിപ്പിച്ചങ്ങ് അടിക്കും. സാധനം വരെ മറ്റേ പമ്പിൽ അടിക്കും. അത് വരുമ്പോ ഞാനതുകൊണ്ട് അത് എല്ലാ കൊല്ലം അടിക്കാറുണ്ട് SOP. ഈ ഒരു ഇതാണ് കാണുന്നത്, ഈ പുഴുക്കള് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പുഴു അതിലുണ്ടെങ്കിൽ അത് പിന്നെ ഭാവിയിൽ മറ്റ് രോഗങ്ങൾ, അത് മറ്റേ ഈവൻ അതിന്റെ കായകളിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ അത് അവിടെ നിന്ന് പോകുന്നുണ്ട്. SOP പോകുമ്പോ അപ്പൊ അത് ഈ മരത്തിനെ ഒരു പൂക്കാനും കായ്ക്ക് വണ്ണം വെക്കാനും അത് ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ ഒരു പെസ്റ്റിസൈഡ് കം ഫെർട്ടിലൈസർ ഇഫക്റ്റ് അതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിപ്പോ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ആ ഒരു ഇത് കണ്ടുകൊണ്ടാ കേട്ടോ. ഇത് ചെയ്യാണ്ട് പൂക്കും. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഇതുകൊണ്ട് ഇത് രണ്ടും കിട്ടാല്ലേ. രണ്ട് ഗുണം കിട്ടും. അതെ, അതുകൊണ്ട് ഞാനിപ്പോ എല്ലാ വർഷവും ഇപ്പൊ അത് ചെയ്യുന്നുണ്ട്. ഇതൊരു ബ്രാഞ്ച് ആയിരുന്നു. ഈ ബ്രാഞ്ച് അതിന് നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തെ ഇങ്ങനെ വരുത്തണം. ഇതുപോലെ വെർട്ടിക്കലല്ല, ഒരു ഷേപ്പിൽ ഇങ്ങനെ പോകണം.
അതെ, ഇതിപ്പോ കണ്ടോ, ഇതിപ്പോ ഇവിടെ ക്രാക്ക് വന്നു കഴിഞ്ഞു. ഇപ്പൊ അതിപ്പോ കണ്ടത് കാര്യം കെട്ടിയിട്ടുണ്ട്, കണ്ടോ കൊമ്പ് കെട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതിന്റെ വെയിറ്റ് കൊണ്ട് ഇപ്പൊ ഇവിടെ ക്രാക്ക് വന്നു അടിയിൽ. ഇത് തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ഇതിനി വേണമെങ്കിൽ ഇതിപ്പോ വേഗം പറിക്കാണ്, അതുകൊണ്ട് ഒരു കാറ്റ് വരാണെങ്കിൽ ഇവിടെ ഇത് പൊളിയും. ഇങ്ങനെ പ്രശ്നം ഇത് ഇതിനുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്നാ പരിഹരിക്കാൻ പറ്റുന്ന? പരിഹരിക്കാന്ന് തൽക്കാലം ഇതുപോലെ ഞാൻ ഇത് കണ്ടോ, ഇത് ഈ സാധനം വെച്ച് ഇത് കെട്ടിയേക്കാണ്. അപ്പൊ അത് കെട്ടിയത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് പണ്ടേ ഇപ്പം ഇത് വെയിറ്റ് വന്നു കഴിയുമ്പോൾ ഇത് തകർന്നു പോകും. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ മറ്റേ റബ്ബർ കോട്ടൊക്കെ ഉണ്ടല്ലോ, റബ്ബർ കോട്ട് ബെസ്റ്റ്. ഇനിയിപ്പോൾ റബ്ബർ കോട്ട് ഉടനടി തേക്കണം. ഞാൻ ഇതിപ്പോൾ കാണുന്നത് ഇതിൽ വന്നപ്പോൾ ഇതാണ് റംബൂട്ടാൻ ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വലിച്ചു കെട്ടുക. കായ ഉണ്ടായി വരുമ്പോൾ തന്നെ വലിച്ചു കെട്ടുക. അത് കെട്ടിയില്ലെങ്കിൽ വെയിറ്റ് വരുമ്പോൾ ഇത് ഇങ്ങനെ ഒത്തിരി ഉണ്ടാകുമ്പോൾ പാടത്ത് വെച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ കൂടുതൽ കാണുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ മരത്തിന് പറമ്പിലെ പോലെ ഉള്ള ആ ഒരു സ്ട്രെങ്ത് ഇല്ല എന്ന് തോന്നുന്നു, കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ ഇപ്പോൾ ഇത് മൂന്നാമത്തെ മരമാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. ഒരു മരം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടമാനം പിടിച്ചു. കെട്ടാൻ ഞങ്ങൾ വന്ന് അതിൻ്റെ പിറ്റേ ദിവസം കെട്ടേണ്ടതായിരുന്നു, കെട്ടാൻ പറ്റിയില്ല. കെട്ടാൻ വേണ്ടി എത്തിയപ്പോഴേക്കും സാധനം പൊളിഞ്ഞു പോയി. അപ്പോൾ അതാണ് അവിടെ കാണുന്ന മരം. അപ്പം അത് ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഇവിടെ. എക്സ്പോർട്ടിങ്ങിന് വളരെയധികം സാധ്യതയുണ്ട്. ദുബായിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ യുദ്ധം ഫ്ലൈറ്റിന് ഭയങ്കരമായിട്ട് കോസ്റ്റ് കൂടി. അപ്പം ഇപ്പോൾ സ്ഥിരം പോകുന്ന ആൾക്കാർ വളരെ കുറച്ചു. അപ്പോൾ അല്ലാതെ കൂടുതലും ഇപ്പോൾ ബോംബെ, നമ്മളുടെ ഇപ്പോൾ ഒരു പാർട്ടി ബോംബെയിലേക്കാണ് കൂടുതൽ ഇപ്പോൾ വിടുന്നുണ്ട്. ഇപ്പോൾ 1-2 കൺസൈൻമെൻറ്റ്സ് അവർ വിട്ടു, 1 ടൺ വെച്ചിട്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ സിറ്റികളെ മാത്രം നോക്കിയാൽ തന്നെ ഇത് ചിലവാകാനുള്ളൂ. ഇല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഞാനതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റംബൂട്ടാൻ ഉണ്ടാക്കുന്നത് തായ്ലൻഡാണ്. തായ്ലൻഡിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആനുവൽ പ്രൊഡക്ഷൻ 5 ലക്ഷം ടണ്ണാണ്. മലേഷ്യയിലുണ്ട് ഒരു 2.5 ലക്ഷം ടൺ, ഇന്തോനേഷ്യയിലുണ്ട് ഒരു 3 ലക്ഷം ടണ്ണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഏകദേശം 10 ലക്ഷം ടണ്ണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 രാഷ്ട്രങ്ങളുടെ കൂടി പോപ്പുലേഷൻ എന്ന് പറയുന്നത് 32 കോടിയാണ്. ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യ പ്ലസ് മഹാരാഷ്ട്ര എടുക്കുകയാണെങ്കിൽ 32 കോടിയാണ്. അപ്പോൾ നമ്മൾ ഈ സൗത്ത് ഇന്ത്യയും മഹാരാഷ്ട്രയും മതി ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ 3 രാജ്യങ്ങളുടെ പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ 10 ലക്ഷം ടൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ആനുവൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30,000 to 40,000 ടണ്ണാണ്. അതെ, എന്തായാലും 50,000 ടണ്ണിന് താഴെയാണ്. പക്ഷേ ഒരു 1 മില്യൺ ട്രീസ് സാപ്ലിങ്സ് ഇപ്പോൾ റെഡി, എന്താ പറയുക, 1 വർഷം 2 വർഷമൊക്കെ ആയത് ഇങ്ങനെ കമ്മിങ് അപ്പ്. അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്ഷൻ വരും വർഷങ്ങളിൽ വരും. അപ്പോൾ ഇപ്പോഴത്തെ പ്രൊഡക്ഷനിൽ മൾട്ടിപ്ലൈ ചെയ്യും, അതിയായ സംശയമില്ല. പക്ഷെ എന്നാൽ പോലും നമുക്കിത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന സംഭവം. അതിന് ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മളുടെ ഒരു ഗ്ലോബൽ മീറ്റ് ഉണ്ടായിരുന്നു ബോംബെയിൽ. ഹോർട്ടിക്കൾച്ചർ ആൻഡ് വെജിറ്റബിൾ ഫ്രഷ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മീറ്റാണ്. ആ പ്രോഗ്രാമിന് എന്നെ പ്രസൻറ്റേഷനായിട്ട് ഈ റംബൂട്ടാൻ്റെ പ്രസൻറ്റേഷനായിട്ട് വിളിച്ചിരുന്നു. ഞാൻ പ്രസൻറ്റ് ചെയ്തിരുന്നു, ഒരു PPT പ്രസൻറ്റേഷൻ നടത്തി. ഒത്തിരി പേർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റിലയൻസ് ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വി ഹാവ് എ പ്രോഗ്രാം ഫോർ യു എന്നാണ് അതിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത മാസമാണ് ഇതിൻ്റെ ഹാർവസ്റ്റ് ടൈം, അപ്പോൾ ഹാർവസ്റ്റ് ടൈമിൽ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത്ര വേഗം ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ ജൂൺ മാസം തന്നെ, ഇപ്പോൾ ജൂലൈയിൽ അയാൾ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. വരുമായിരിക്കും. പിന്നെ യൂറോപ്യൻ അവരെ കണ്ടിരുന്നു, പോളണ്ട്. അവരുടെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ ഇതിൻ്റെ ഇത് സർട്ടിഫിക്കേഷൻ വേണം. അതിപ്പോൾ ഇന്ത്യയിൽ ഇൻഡോസെർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് അത് EU ഗ്രേഡിൽ നമ്മളിവിടെ റെസിഡ്യൂസ്, കെമിക്കൽസ്, പെസ്റ്റിസൈഡ് ഒന്നും പാടില്ല. അവരുടെ ഒരു കൺട്രോളിൽ ഉള്ള മാനദണ്ഡത്തിലുള്ളത് പാലിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവർ വന്നിട്ട് നമ്മൾ എന്തൊക്കെ ഇതിൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നുണ്ട്, മറ്റേ NPK വളങ്ങൾ എത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അവരുടെ ഒരു മാർഗനിർദ്ദേശമുണ്ട്. അതനുസരിച്ചാലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു നീണ്ട പ്രൊസീജിയറാണ്. പക്ഷെ അത് ലുക്രേറ്റീവ് ആണ്, അത് ചെയ്യാൻ പറ്റുമെങ്കിൽ. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിന് കൊടുത്തത് രാവിലെ
8 മണിക്ക് കൊടുത്തിട്ട് ഫ്ലൈറ്റിൽ ഇത് നമ്മുടെ 7 മണിയായപ്പോൾ ലണ്ടനിൽ അവരിന്ന് ഈ റംബൂട്ടാൻ കഴിച്ചു. ഞാനൊരു 5 കിലോ അവർക്ക് കൊടുത്തു വിട്ടു. അവർ വേണമെന്ന് പറഞ്ഞിട്ട്. രാവിലെ 8 മണിക്ക് പോയത് വൈകുന്നേരം നമ്മളുടെ 8 മണിയായപ്പോൾ അവിടെ ചെന്ന് അവർ ഈ റംബൂട്ടാൻ കഴിച്ചു. അപ്പോൾ അത്രയും ഷോർട്ട് ടൈം കൊണ്ട് നമുക്ക് ഇത് എത്തിക്കാം. പക്ഷേ യൂറോപ്പിലേക്കൊക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ ക്വാളിറ്റി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പം ഈ സൈസും അതിന്റെ കളറും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങളും എല്ലാം അതിനൊരു അത് മാനദണ്ഡ. അപ്പൊ അവര് പറയുന്ന ഇതില് അല്ലാത്ത എന്തെങ്കിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യപ്പെടും. ഇപ്പൊ ഈ പ്രാവശ്യം ഇന്ത്യൻ മാംഗോ ജപ്പാനിൽ റിജക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് അവര് പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു മെച്ചം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഇപ്പൊ ഫ്രൂട്ട്സില് ഇപ്പൊ ചക്ക, അതുപോലെ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, ഇത്രയും എനിക്ക് തോന്നുന്നു. വേറെ ഒന്നും, അതുപോലെ പിന്നെ ഡ്രാഗൺ നമുക്ക് കൂട്ടാം. പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഒരു കേടില്ല. ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളൂ ഒരു പെസ്റ്റിസൈഡ് ഉപയോഗിക്കാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഹൈ ക്വാളിറ്റിയിൽ. അപ്പൊ അതുകൊണ്ട് ഇതിന് ഭയങ്കര സാധ്യതയുണ്ട്. പക്ഷെ ഉള്ളി കർഷകർ അതിൻ്റെതായ ക്വാളിറ്റി കീപ്പ് ചെയ്യുക. വില പലരും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി ചെറുകിട കർഷകർക്ക് പറ്റുന്നില്ല. അതിന്റെ ഒരു കാരണം വലയിടുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം. ഒന്നല്ലെങ്കിൽ നല്ല കച്ചവടക്കാർക്ക് കൊടുത്ത് അവര് അത് വലയിടണം, അല്ലെങ്കിൽ ഇവര് വലയിടണം. അപ്പോൾ വലയിടാതെ കൊണ്ടുവന്നിട്ട് ചുമ്മാ മൂക്കുന്നതിന് മുമ്പ് കടകളിൽ കൊടുക്കുന്നു, വില കുറയ്ക്കുന്നു. അപ്പം നമ്മൾ ഈ ക്വാളിറ്റി, അതുപോലെ തന്നെ ഒരു നമ്മുടെ ഫെർട്ടിലൈസർ പ്രോട്ടോകോൾ ഉണ്ട്. ഇത്ര ഓരോ മാസങ്ങളിൽ ഇടേണ്ട സാധനങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് നല്ല ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇറിഗേഷനും ജലസേചനവും ഇല്ലെങ്കിൽ ക്വാളിറ്റി ഫ്രൂട്ട് ഉണ്ടാവില്ല. ഇപ്പൊ ഈ സൈസില് നമുക്കൊരു കായ ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായിട്ട് ജലസേചനം ഇല്ലെങ്കിൽ പറ്റില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലൈമറ്റ്. അപ്പൊ ക്ലൈമറ്റ് ഭയങ്കര ചൂടും ഇതാണെങ്കിൽ ഈ ക്വാളിറ്റിയിൽ ഉണ്ടാവില്ല, കായ ചെറുതാവും. അപ്പം ഇതെല്ലാം കൂടി വരണം. പക്ഷെ നമുക്ക് ചെയ്യേണ്ട കാര്യം, ക്ലൈമറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റും. സ്പ്രിംഗ്ലർ സിസ്റ്റം ആക്കുക, അങ്ങനെയൊക്കെ ആക്കി നമുക്കിപ്പോൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഈ ഫിഷാമിനോ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ട് കർഷകർക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. പക്ഷെ ഒന്ന് ബുദ്ധിമുട്ടണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലെയറായിട്ട് ചാള അടക്കി ശർക്കര അടക്കി കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ഫിഷാമിനോ ആസിഡ് കിട്ടും. ഇത് നമുക്ക് കടയിൽ ഉപയോഗിക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഇഫക്റ്റാ ക്വാളിറ്റിയിൽ. അതിന്റെ സൈസ് വലുതാവും, കളറ്. അത് ഞാൻ കൃത്യമായിട്ട് അത് ഉപയോഗിച്ചൊരു തോട്ടത്തിൽ കഴിഞ്ഞ വർഷം ഞാൻ പോയിരുന്നു. അന്നാണ് ഇതിന് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായേ. അപ്പൊ നമ്മൾ ഈ കൊല്ലം ഉപയോഗിച്ചു, അതിന്റെ റിസൾട്ട് ഉണ്ട്, കാണുന്നുണ്ട്, നല്ല ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഈ തോട്ടത്തിൽ കായകൾ വളരെ മോശമായിരുന്നു. അപ്പൊ പിന്നെ മനസ്സിലായി നമ്മൾ കൊടുക്കുന്ന വളങ്ങളാണ് ഇതിനെ ക്വാളിറ്റിയിലേക്ക് ആക്കുന്നത്. അപ്പൊ നമുക്ക് വലിയ ചെലവില്ലാതെ ചെയ്യാവുന്ന സംഭവമാണ് ഫിഷാമിന ഉപയോഗിക്കുക. പിന്നെ ഈ കൊപ്ര പിണ്ണാക്കൾ, കേക്ക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കടയിൽ ഇട്ട് കൊടുത്തു. അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ മാനേജ്മെന്റ് ആണ് ഇതിൽ പ്രധാന കാരണം. ടൈംലി മാനേജ്മെന്റ് അത് ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ. അതെ, ഫ്ലവർ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതിലും മുൻപ് ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഈ പുഴുക്കേട്. അപ്പൊ ആ പുഴുക്കേട് SOP അടിച്ചപ്പോൾ പോകുന്നുണ്ട്. അപ്പൊ 2 ഇഫക്റ്റ് ഇതുപോലെ വരുന്നുണ്ട്. അപ്പൊ ഓരോന്നിനും ആ ടൈമുകളിലുള്ള ചെയ്യുക. അതെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയ ഒരു പണിയാണിത്. അല്ലാതെ ഒരു കെയർലെസ്, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ റബ്ബർ ചെയ്യുന്നു, കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഒരു വളം ചെയ്താൽ കഴിഞ്ഞു. പിന്നെ ഒരു മാനേജ്മെന്റ് അധികമൊന്നുമില്ല, എളുപ്പമല്ലേ. അതൊന്നും ഇതിൽ പറ്റില്ല. കൃത്യമായിട്ട് പരിചരണം വേണം, കൃത്യമായി നന. ഇതിന്റെ ശരിക്കും ഏറ്റവും പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയൊരു കാതൽ ആയിട്ടുള്ള കാര്യം വാട്ടർ മാനേജ്മെന്റാ. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഫ്ലവർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഫ്ലവറിങ് 2 തരത്തിലുണ്ട്. ഒന്ന് നല്ല ശക്തമായ കൊലകളായിട്ട് വരും, മറ്റേത് ഒരു ഫ്ലഷിങ് ഇതായിട്ട് വരും. അപ്പോൾ ഏറ്റവും ശക്തരായിട്ടും ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവുന്നതും ഈ ഫ്ലവർ മാത്രമായിട്ട് വരുന്ന ബഡ് വരുന്നൊരു അവസ്ഥയുണ്ട്. അത് ശരിക്കും ആ ഡ്രൈനെസ് കറക്റ്റ്, അതിൻ്റെ നോട്ട് ഉണ്ടല്ലോ, ആവശ്യത്തിന് വെള്ളം വേണം, എന്നാൽ സ്ട്രെസ്, ചെറിയ സ്ട്രെസ് അതിൻ്റെ ഇത് അത് മെയിൻറ്റെയിൻ ചെയ്ത്, അത് കൂടിക്കഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അപ്പം ഫ്ലഷിങ് ആയി, അപ്പം ആ കൊല്ലത്തെ പോയി. അപ്പം അത് മാനേജ് ചെയ്യുക, അത് അതിൻ്റെ ഒരു വലിയൊരു കാര്യമാണ്. മരം കണ്ട് നോക്കി ചെയ്ത് പഠിക്കാന്നല്ലേ ഉള്ളൂ. അതെ, അത് നമ്മളുടെ ഓരോ തോട്ടവും ഓരോ രീതിയിലാണ്. ഈ ഇവിടുത്തെ തോട്ടം പോലെ അല്ല തൊട്ടപ്പുറത്തെ തോട്ടം, ഒരു ബന്ധമില്ല. ഈ മണ്ണിൽ മാറ്റം വരുമ്പോൾ തന്നെ ഇപ്പൊ ക്ലേ ബേസ്ഡ് ആയിട്ടുള്ള മണ്ണിൽ അധികം നന വേണ്ട.
അതിൽ നന കൂടിക്കഴിഞ്ഞാൽ അപ്പം അത് വെറുതെ ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നന കുറയ്ക്കണം. അതിന് നമ്മൾ വെറുതെ ലീഫിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി. ഓരോ തോട്ടത്തിൽ പോയി മൊത്തം നോക്കുമ്പോൾ മരത്തിൻ്റെ ഇലകളിൽ വ്യത്യാസം കണ്ടെങ്കിൽ അതിനപ്പം ചെയ്യേണ്ട റിയാക്ഷൻ വേണമെങ്കിൽ അത് കൊടുക്കണം. അതല്ലെങ്കിൽ ഇല കൂടുതൽ ഫ്ലഷ് ചെയ്യണമെങ്കിൽ എൻ്റെ അർത്ഥം അതിന് ഒത്തിരി വെള്ളം അതിൻ്റെ ഇവിടെ ഉണ്ട്, അപ്പോൾ അവിടെ കൊടുക്കണ്ട. അത് എന്ന് അതിന് സ്ട്രെസ് ബിൽഡപ്പ് ചെയ്യുന്നവരെയാണ് നമ്മൾ വാച്ച് ചെയ്യുക. മൊത്തം തോട്ടം ചിലപ്പോൾ നനയ്ക്കുണ്ടാവും, പക്ഷേ ചിലപ്പോൾ അതുപോലെ ബൗണ്ടറികളിൽ ഇതുപോലെ സൂര്യപ്രകാശം അധികം കിട്ടാത്തടത്തൊക്കെ ഇഷ്യൂ ഉണ്ട്. അവിടെ വെള്ളത്തിന് സ്ട്രെസ് അധികം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്ട്രെസ് കൊടുക്കണം, കൊടുക്കാതിരിക്കണം. അപ്പം അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് തോട്ടം ഫ്ലവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞില്ലേ, അതിനുശേഷം ഈ വാട്ടർ മാനേജ്മെന്റ് അത് പഠിക്കണം. അവനവന്റെ തോട്ടം അവനവൻ ഇത്രേ ഉള്ളൂ. ഐഡിയ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ സ്ട്രെസ് വലുത് വേണം. പക്ഷെ സ്ട്രെസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒത്തിരി സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനടി മരം പോവല്ല, ഇലകൾ ഫോളോ ചെയ്യും. മഞ്ഞച്ചു പോകും. വൺസ് മഞ്ഞപ്പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉടനടി ഫോളോ ചെയ്യും ഒരു വിതിൻ 4 days. അപ്പം ആ രീതിയിലേക്ക് കൊണ്ടുവരുത്. എക്സോട്ടിക് ഫ്രൂട്ട്സ് കേരളത്തിൻ്റെ വലിയൊരു ഭാവിയാണ്. ഒരു കൃഷിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ കൃഷിയേക്കാൾ കൂടുതൽ നമുക്ക് ഇൻകം കിട്ടുന്നത് ഇങ്ങനത്തെ കൃഷികളാണ്. ഇപ്പോൾ എക്സോട്ടിക് ഫ്രൂട്ട്സ് ലൈക്ക് റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, ദൂറിയാൻ, ഈവൻ ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. അവക്കാഡോ, ഇതെല്ലാം കേരളത്തിൻ്റെ ഈ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണ്. അപ്പോൾ കർഷകർ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഈ കാര്യത്തിൽ വേണം. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് റംബുട്ടാനാണ്. അതത്ര നല്ലൊരു കാര്യമല്ല. ഒത്തിരി അവന്യൂസ് ഉണ്ട്. അവക്കാഡോ, ദൂറിയാൻ, ഇതിലേക്കൊക്കെ ആൾക്കാർ വരണം. അപ്പോൾ അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്താലാണ് കേരളത്തിലേക്ക് കൂടുതൽ എക്സ്പോർട്ടേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു പ്രസൻറ്റേഷൻ ബോംബെയിൽ നടത്തിയിരുന്നു കഴിഞ്ഞ 29-30 ദിവസങ്ങളിൽ. അപ്പോൾ അതിന് വളരെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണ്. എക്സ്പോർട്ടേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കേരളത്തിലേക്ക് ആൾക്കാർക്ക് ഈ ഫ്രൂട്ട് ഉണ്ടെന്നുള്ള കാര്യം തന്നെ ആദ്യമായിട്ട് പലവരും അറിയുന്നത്. ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ വരും വർഷങ്ങളിൽ ആൾക്കാർ കൂടുതൽ ഡീലേഴ്സ്, ട്രേഡേഴ്സൊക്കെ ഇങ്ങോട്ട് കേരളത്തിൽ വരും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. പക്ഷേ നമ്മൾ ഒന്നിൽ മാത്രം നിൽക്കാതെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക, സ്ഥലത്തിനനുസരിച്ച് നമ്മൾ ഫ്രൂട്ടുകൾ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഫ്രൂട്ട് കൃഷി കേരളത്തിന് കിട്ടിയ ഒരു വലിയൊരു ഭാവിയാണ്, ഭാഗ്യമാണ്. അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ നടത്തുക.